സർവസ്തുതി സർവലോക സൃഷ്ടികർത്തനായോ പരിപാലകനായോ അധിപതിയായോ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിക്കും. അവന്റെ ശാന്തിയും സമാധാനവും അന്ത്യപ്രവാദിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലും സഹാബ കിറാമുകളുടെ മേലും ഖിയാമത്ത് നാൾ തൊലബണ്ടതായോ എല്ലാ സത്യവിശ്വാസിനിയായോ ആണികളും പെണ്ണുങ്ങളുടെ മേലും ചൊരിയട്ടെ. പരിശുദ്ധവും മുസ്ലിം സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുടെ നിയമനിർദ്ദേശനത്തു ಜೀವನത്തിൽ ಸಾಧ್ಯತೆ ಅಳವಡಿಸಿಕೊಳ್ಳುವುದುಂಟು. ನನ್ನೆ ಮರಕಾಂತೆ ನಿಮ್ಗೆಲ್ಲರಿಗೂ ವಸೀಯತ್ ಉಪದೇಶ ಹಾಕಿട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ಅದಕ್ಕೆ തൗഫീഖ് തരുമാറാകട്ടെ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞങ്ങൾ ആക്കിയതായ ഒരു വിഷയത്തിക്ക് ഇസ്ലാമിലു പെണ്ണുങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ ജവാബ്ദാരി എന്താണ്? ഇസ്ലാമിലു പെണ്ണുങ്ങൾക്ക് മുഅ്മിനത്തായ പെണ്ണുങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ കർത്തവ്യങ്ങൾ ಹೊಣೆಗಾರಿಕೆಗಳ ಎಂದರೆ ಚೊಟ್ಟು പഠിക്കുകയായിട്ടില്ല. ഇസ്ലാം പെണ്ണുങ്ങൾക്ക് അത്യുന്നതമായ സ്ഥാനമാനത്തെ കൊടുത്തു. അത് മാത്രമല്ല, അങ്ങനെ ജീവനത്തുള്ളതായ ಹೊಣೆಗಾರಿಕೆ ಎಂದರೆ അങ്ങനെ കർത്തവ്യം ಎಂದರೆ കുറിച്ചൊന്നിട്ടും സവിസ്താരമായ രീതിയിലും കൂടെ പഠിപ്പാട്ട് എന്നത് മാത്രമല്ല, അതിക്ക് വേണ്ടുമായിട്ടുള്ളതായ ഒരു ഉപദേശം കൂടെ നിർദ്ദേശനങ്ങളും കൂടെ ഖുർആൻ ഹദീസിൽ നിങ്ങൾ കാണുക സാധ്യമാണ്. ഹജ്ജത്തുൽ വദാഅ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയതായ ഒരു ഭാഷണം, ഒരു സ്പീച്ച് ഉണ്ട്, ലാസ്റ്റ് സ്പീച്ച്. ആ സ്പീച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവുക എന്തെങ്കിൽ ആണായങ്ങ അല്ലെ പുരുഷന്മാർ മനസ്സിലാക്കുക വിഷയത്തിൽ ചൊന്നെങ്കിൽ പെണ്ണിങ്ങ ഞങ്ങളെ ചൊന്ന ശ്രദ്ധയും അതേപോലെ ഞങ്ങളെ തിരുസത്തും ഞങ്ങളെ ആദരിക്കുകയും അർഹരായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഉണർത്തിച്ചതായിട്ട് ഞങ്ങൾ കാണുക സാധ്യമാണ്. ഇത് ഈ ഒരു സബ്ജക്ട് എടുക്കുള്ള ഒരു കാരണം പെണ്ണിങ്ങുള്ള ಹೊಣೆಗಾರಿಕೆಯನ್ನು പെണ്ണിങ്ങുള്ള ഒരു ജവാബ്ദാരി എന്തിനെ ചെന്നിട്ടു ഈ ഒരു സബ്ജക്ട് എടുക്കുള്ള ഒരു കാരണം എന്ത് ചെന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പെണ്ണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്താക്കുന്നുള്ള ചെന്നെങ്കിൽ അങ്ങനെ മാന ഹറാജാക്കും പോലെ അങ്ങനെ ഇസ്സത്തുകളെ ಬೆಳಕಾക്കുമ്പോഴായ രീതിയിലുള്ളതായ ഒരു തന്ത്രം എന്റെ സമാജത്തിൽ നടന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ ശത്രുവായ ആൾമാർ അങ്ങനെ പല രീതിയിൽ അവമാനാക്കുന്നതായ ഒരു രൂപത്തിലുള്ളതായ ഒരു തന്ത്രം എടുത്തുകൊണ്ടുള്ളതാണ്. ഇന്ന് ഇസ്ലാം പെണ്ണിങ്ങ ഒരു എന്തിനെ ചെന്നെങ്കിൽ പെണ്ണിങ്ങൾ യഥാർത്ഥമായൊരു ഒന്നാമത്തെ തഹാപ്പണായ സ്വരേന്ദ്ര ചെന്നെങ്കിൽ അങ്ങ് ഔത്ത് ഉൾക്കും അങ്ങ് ഔത്ര പുറത്തു പിറകുതീര അനിവാര്യമായ പരിസ്ഥിതി അല്ലാണ്ട് ഇത് നഗച്ചുള്ള പലക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലെ ചൊല്ലു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ച ഒന്നാ ഫസ്റ്റ് ആയത്ത് എന്തുകൊണ്ട് വഖർന ഫീ ബുയൂതികുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു. പെണ്ണിങ്ങളെ നിങ്ങൾ ഔത്ത് ഉൾഗമേ ജയിക്കുറച്ചുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു. ആ പലക്കായിട്ട് അപ്പൊ യഥാർത്ഥമായിട്ട് പെണ്ണിങ്ങ തന്റെ ഔത്ത് ഉൾഗ അവിടെ ജയിക്കും. ഇസ്ലാമിൽ അവലിന്ദ്രൽ അനിവാര്യമായ പരിസ്ഥിതി അല്ലാണ്ട് അവൾ ഔത്തുൽ പ്രത്യേകയില്ല. ഇതെന്തായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടുത്തെ ആ മതിലുള്ള ദൈവനായ ഒരു പെണ്ണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ ആക്കിയതായ ആ ഒരു നിയമത്തെ ഉല്ലംഘനാക്കിയിട്ട് പല മുസ്ലിം പെണ്ണിങ്ങ അവിടുത്തെ പുറത്തു വന്നിട്ടുള്ള പല എന്തെ അന്യ പുരുഷന്മാർ സ്റ്റേജിൽ അങ്ങ് ജയിക്കാറ് ഇന്നേച്ചിന്റെ പ്രതിഭಟನೆಗಳ ഭാഗവഹിക്കാറ് ഇസ്ലാമിനെല്ലാം നിഷിദ്ധമായ ഒരു കാര്യമായിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടുണ്ടു പല രാജകീയമായ ഒരു ആ ഒരു വർത്തിലായിട്ട് ഇതിന്റെ പെണ്ണിങ്ങ എന്തെ പല അങ്ങനെ പോസ്റ്ററും കൂടെ അങ്ങനെ ബാനറും കൂടെ സൗന്ദര്യമുള്ളതായ പെണ്ണിങ്ങളെ മുഖം മറക്കാത്തതായോ ബാനറും കൂടെ എന്റെ പെണ്ണിങ്ങളെ ആ മുസ്ലിമായ പെണ്ണിങ്ങളെ ഫോട്ടോ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിൽ യഥാർത്ഥമായിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഹറാമാക്കിയതായ വിഷയങ്ങൾ ഒരു കാരണവശത്താലും പെണ്ണിങ് ഔത്യപ്പുറത്ത് ഉപയോഗിക്കില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ ജവാബ്ദാരിയും അങ്ങനെ നിയമം എത്തിരിച്ചു ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ന് പെണ്ണികൾ അവസ്ഥ ഓർത്തൂൽ എത്തിരിച്ചെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുവായ ആൾമാർ അതെന്താക്കി വെച്ചെങ്കിൽ പെണ്ണുകൾ ആണ്ട് പോലെ സമാനമായോ ആ ഒരു സ്ഥാനമാണോ കൊടുക്കണു. അതുകൊണ്ട് ആ മതിലുള്ളതായ പെണ്ണിങ്ങൾ ഔത്തുകൾക്ക് ഒഴിച്ചിരിക്കുന്നതായ പെണ്ണല്ല അങ്ങനെന്താക്കുന്ന ഔത്യ പത്തിരിയോട് ചെന്നിട്ടു നാനാ നമുക്ക് തന്ത്രങ്ങാക്കിട്ടുള്ളാർ. മാത്രമല്ല അങ്ങനെ സംസ്ഥകൾ അങ്ങനെ കമ്പനികൾ തയ്യാറാക്കുന്ന എന്തെല്ലാം വസ്തു ഉണ്ടാ ആ വസ്തുപരമായിട്ട് ഈ പെണ്ണിങ്ങൾ സൗന്ദര്യത്തെ യൂസ് ആക്കിക്കൊണ്ടുള്ളാർ. അങ്ങനെ പലക്കത്തും അങ്ങനെ വായിച്ചറും അങ്ങനെ ഡ്രസ്സുകളും പ്രതിയൊന്നിനും എന്തായിട്ടുള്ള യൂസ് ആക്കിക്കൊണ്ടുള്ള എത്ര സാധ്യത അത്ര നഗ്നാക്കി ഏതേ ഒരു വസ്തു അങ്ങനെ പ്രദർശനാക്കും കണ്ടെങ്കിൽ അതൊരു മുട്ടൊരു പെണ്ണു വേണം. അത് എങ്ങനത്തെ പെണ്ണു ചെന്നെങ്കിൽ അവരുടെ സൗന്ദര്യത്തെ പറത്തിടും പോലെ സാധ്യനത്ര നഗ്നാക്കിയിട്ടായിട്ട് പെണ്ണിടെ മാന ഹറാജാക്കിക്കൊണ്ടുള്ള
പല പെണ്ണും ആ വിഷയത്തിൽ എന്തായാലും മുന്നിമുട്ട ആ യാഥാർത്ഥ വിഷയങ്ങൾ ಗೊತ್ತಿല്ലാത്ത ಕಾರಣ കൊണ്ട്. അപ്പൊ ഈ വീട്ടിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇസ്ലാം നിങ്ങൾ കൊടുത്തതായ സ്ഥാനമാനെന്തരെ, ഇസ്ലാം നിങ്ങൾ കൊടുത്തതായ ജവാബ്ദാരി എന്തൊരു ഇത് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് പെണ്ണിಗೆ മനസ്സിലാക്കുന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിഥ്യ അല്ലെങ്കിൽ അന്യ സമൂഹത്തെ ആൾമാർ കണ്ടതായ വിഷയത്തെ കാതു കൊടുക്കാണ്ട് അള്ളാഹു നഞ്ചെന്ദ്ര ഓട്ടറാക്കിക്കൊണ്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നഞ്ചെന്ദ്ര പഠിപ്പാടുണ്ട് ആ വിഷയത്തെ സൈഡിൽ നിങ്ങൾ ഗമനം കൊടുത്തിട്ട് അതനുസരിച്ച് ജീവിക്കുക നിങ്ങൾ സാധ്യനത്ര തയ്യാറാവണം. അതുകൊണ്ട് അന്യ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുവായ ആൾമാരെ പലക്കത്ത് നിങ്ങൾ കാതു കൊടുക്കുത്തീരാ. മാധ്യമങ്ങൾ ബന്ധതായ വിഷയത്തെ സൈഡുകളല്ല നിങ്ങൾ എടുക്കാനായ വിഷയങ്ങളല്ല അങ്ങ് ചൊല്ലിപ്പോ സാധ്യമിത്ര ഉണ്ടാക്കിയിട്ടുള്ള പെണ്ണികളെ പ്രവർത്തിച്ചുകൊണ്ടുള്ള അങ്ങനെ മാനമ്മങ്ങളെ ഇജ്ജത്തിന് വഹാജാക്കുമ്പോഴേ അവസ്ഥ ഇട്ടോണ്ടുള്ള. അതുകൊണ്ട് ആ പലക്കത്തെ ഞങ്ങൾ കേൾക്കാണ്ട് അള്ളാഹു എന്തിനെ ചൊന്നിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ ചൊന്നിട്ടുണ്ട് അതിൽ ഞങ്ങൾ അനുസരിക്കുന്നു. അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കൂ സാധ്യത്തിന് ഞങ്ങൾ പ്രയത്നാക്കും. ഇന്ന് ഇസ്ലാമു പെണ്ണിന് കൊടുത്ത സ്ഥാനമാണ് അത്. അതേപോലെ പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിൽ ഉള്ള ജവാബ്ദാരിന അല്ലെ അള്ളാഹു കൊടുത്ത ജവാബ്ദാരിന ഈ കർത്തവ്യം ഇത് പഠിച്ചിലേക്ക് മുന്നൊരു ഒരു പ്രധാനപ്പെട്ട വിഷയം പെണ്ണുങ്ങൾ പഠിക്കുന്നു. അതെന്തേ ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ മുന്നലും ഉള്ളതായ ഒരു സംഭവത്തെ ഒരു കാലഘട്ടം എനിക്ക് പെണ്ണുങ്ങൾക്ക് അത് എങ്ങനത്തെ കാലഘട്ടം ചെന്നെങ്കിൽ പെണ്ണുങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കലേ ചെന്നെങ്കിൽ അതൊരു അവമാന ചെന്ന് ഉയർത്തുന്ന ആൾമാർ ഈ അറബ് ദേശത്തെ ഈ സൗദി അറേബ്യത്തെ ആൾമാറും കൂടെ ആയിട്ടിരിക്കുകയാണ്. എങ്ങനെ ഇസ്ലാം ജാഹിലിയ കാലഘട്ടത്തെ മുന്നലും എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറബായും ആൾമാർ അതല്ലാത്ത ആൾമാർ പെണ്ണുകൂടെ ഈ ദുനിയാവ് ദിക്രെ ചൊല്ലത് അത് അകലെ മറ്റ് ഒരു അസമാധാനമായിട്ടുണ്ട്, അവമാനമായിട്ടുണ്ട്. പെണ്ണ് പെറ ചെന്നിങ്ങ് കൂടെ അകലെ മുഖ കറുപ്പടിച്ചോണ്ടിരുന്നു. മാത്രമല്ല പെണ്ണിടെ ജീവ കൊണ്ടോണ്ടിരുന്നാണ് മനസ്സിലാക്കുന്നു പെണ്ണിങ്ങ. അങ്ങനത്തെ കാലഘട്ടം ഇല്ല. അള്ളാഹു നിങ്ങൾ സ്തുതിക്കുന്നു, അള്ളാഹു അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കൊടുക്കണം. അതിൽ നിന്ന് നിങ്ങൾ ഒഫസ്റ്റാക്കിയ ഇസ്സത്താക്കിയ ആ ഒരു വിഷയത്തിൽ നിങ്ങളെ പുറത്താക്കിയ എന്നുണ്ടെങ്കിൽ പെണ്ണി മക്ക ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നോട്ടിന്നാണ് ജീവ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എത്രയുള്ള വഇദൽ മൗഊദതു സുഇലത് പെണ്ണിന് ജീവ ആ ജീവ ഉള്ളതായോ പെണ്ണിനെ ദഫനാക്കിയതായോ ആ ഒരു അവസ്ഥ ആ ദഫനാക്കൽപ്പെട്ടതായോ പെണ്ണിനൊട്ടിಗೆ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കറ ബിഐ ദംബിൻ ഖുതിലത് ഏത് കാരണത്തിൽ നിന്റെ ആൾമാർ കൊന്നരെ ഒരു കാരണമില്ല, ഒരു തപ്പും ആ പെണ്ണിക്ക് ഇടാവാക്കിയിട്ടില്ല. എന്നിട്ടും ആ പെണ്ണ് മക്കളെ കൊന്നോട്ടിന്ന ഒരു കാലഘട്ടം സഹാബാക്കന്മാർ റിപ്പോർട്ടാക്കുന്നതായോ പല ഹദീസിൽ നിങ്ങൾ കാണുക സാധ്യതയുണ്ട്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഖൈസ് ബിൻ ആസിം തന്റെ അജ്ഞാന കാലഘട്ടത്തിൽ എത്ര 10 പെൺമക്കൾ ജീവ കൊന്നിട്ടുണ്ട്. പല സഹാബാക്കന്മാർ റിപ്പോർട്ടാക്കുന്നത് കാണുക സാധ്യതയുണ്ട്. ഇനി അതേപോലെ ഒരു പെണ്ണ് തെറ്റിത്തിൻകണ്ടെങ്കിൽ അങ്ങനെ മുഖ കറുപ്പായിട്ട് സമാജത്തെ മുതൽ നടന്നോട്ടില്ല എന്താണ് മുഖം മുച്ചിട്ട് നടന്നോട്ടില്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ല വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ അതായത് പെണ്ണ് കിടാവിടെ സുവാർത്ത കൊടുത്തപ്പ അള്ളാഹു ചൊല്ല പെണ്ണ് ജനിച്ചത് ഒരു സുവാർത്ത ആയിട്ട് നല്ല വാർത്ത ആയിട്ട് ഈ സുവാർത്ത കൊടുക്കുമ്പോൾ വല്ല വജ്ഹഹു മുസ്വദ്ദ അങ്ങനെ മുഖല്ല കറുപ്പായിട്ട്. ഇത് ഇന്നത്തെ ഈ ആ കാലഘട്ടം അന്നത്തെ കാലഘട്ടത്തെ അറബിയായ ആൾമാർ അവസ്ഥ. എന്നിട്ട് വഹുവ ഖവീം അവൻ എന്തായിരുന്ന നിന്ദനായിട്ടില്ല, അവമാനിതനായിട്ടില്ല. എന്നിട്ട് യതവാറാ മിനൽ ഖൗലി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി ಅವನು ಈ ಸುವಾರ್ತೆ ಕಿಚ್ಚೆ ಕಾರಣಕೊಂಡು ಜನಾಂಗಕ್ಕೆ ಮುನ್ನಲು ತನ್ನ ಸಮೂಹಕ್ಕೆ ಮುನ್ನಲು ಮೊಗ ವಯಸ್ಸು ಕಾವಾಂಟಿ ತಿರುಗಿಕೊಂಡಿಲ್ಲ, ಮೊಗ ಕಾಟಿಕೊಂಡಿಲ್ಲ ಆಲ್ಮಾರ್ದು ಚೊನ್ನೋಟಿಲ್ಲ ಅಂತ ಅವನು. എന്നിട്ട് അവന്റെ ബിയറ മക്കൾ അല്ലാഹു ചൊല്ല അയുംസികുഹു അലാ ഹുൻ അം യദുസ്സുഹു ഫിത്തുറാബ് ഈ പെണ്ണ് കിടാവിടെ നാണ് അങ്ങനെ ജീവിക്കുക വിടണ അല്ലെങ്കിൽ ഇതിനെ കൊല്ലണ ദഫനാക്കണ ചെന്നിട്ട് അവൻ ചിന്തനാക്കിക്കൊണ്ടിരുന്നാണ് പെണ്ണ് വിരലോട് കൂടി. അവന്റെ അവത്തൊരു പെണ്ണ് വ്യക്തി വിഷയം കിട്ടുമ്പോൾ അവന്റെ ബിയറയോടെ കൂടെ ഉണ്ടിട്ട് ഈ കിടാവിടെ നാ ജീവിക്കുക വിടണ അല്ലെങ്കിൽ പെണ്ണ് കിടാവിടെ കൊല്ലണ ചെന്നിട്ടും അവൻ അങ്ങനെ ബിയർച്ചോണ്ടിരുന്നാ ചെന്നിട്ടായിരിക്കും. ഉമറിലെല്ലാവന്ന് ചെന്നോണ്ടിട്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങ് പെണ്ണിങ്ങൾക്ക് ഒരേ ഒരു സ്ഥാനമാണ് നാൻ കൊടുത്തോണ്ടില്ല എന്നിട്ട് ನಾನು പെണ്ണുങ്ങൾക്ക് ഒരേ ഒരു സ്ഥാനമാനത്ത് കൊടുത്തോണ്ടില്ലാത്ത അള്ളാഹു അങ്ങനെ ആദേശങ്ങൾ അങ്ങനെ ബಗೆയുള്ളതായ ആദേശങ്ങൾ ഇറക്കിയാൽ പിന്നെ അങ്ങനെ ഹക്കി ഇടപാടെന്ന് ചെന്ന് തന്നാൽ പിന്നെ നന്നെ അങ്ങനെ ഇജ്ജത്താക്ക തുടങ്ങി അവിടുത്തോല ഞങ്ങൾ ഒരു ഇജ്ജത്ത് കൊടുത്തോണ്ടില്ല എന്ന് ചെന്നു. ഇബ്നു കസീർ റഹ്മഹുല്ലാ തന്റെ തഫ്സീറുൽ കബീർ ഭാഗ 7 പേജ് നമ്പർ 435 പേജിൽ ചൊല്ലു അന്നത്തെ അറബ് ആയ ആൾമാരുടെ കാലഘട്ടം എങ്ങനെ ചെന്നെങ്കിൽ പെണ്ണ് അകലൗത്തൊരു പെണ്ണ് കിടാവ് തെറ്റിട്ടുണ്ടെങ്കിൽ യൂർത്തോളം ചെന്നെങ്കിൽ അവമാനായിട്ടില്ല ഈ ഒരു അകലെ ക്ഷണി ചെന്നിട്ട് അവനെ വിട്ടുപോണ്ടില്ല, പെണ്ണായി മക്കളെ വിട്ടുപോണ്ടില്ല. ആ ഉത്രത്തോല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെണ്ണിങ്ങൾ അള്ളാഹു സ്തുതിക്കുറണ്ടിങ്ങ. അത് മാത്രമല്ല ജീവ പൂറ്റിക്കൊണ്ടിരുന്നാണ് ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു നബിയെ അജ്ഞാന കാലത്തിൽ
ജാഹിലിയ കാലഘട്ടത്തിൽ നക്കൊരു പെണ്ണി കിടാവുന്ന നബി ആ കിടാവ് നന്റെ ദിവസത്തിൽ ബാപ്പ ബാപ്പ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നബി ഞാൻ ഒരെണ്ണം എന്താക്കിയ ആ കിടാവിടെ ദിവസത്തിലാണ് വിളിച്ച് എന്റെ കിടാവ് നന്റെ ഓടി പോയിട്ട് നന്നെ അറുകി പിടിച്ചത് ഞാൻ ആ കിടാവിടെ അറുകി പിടിച്ചിട്ട് എന്താക്കിയ കൂട്ടിയോട്ട് കൊണ്ട് ഒരു ജാഗത്തിൽ ആ പൊട്ടു കിണറ്റിക്ക് ഞാൻ എന്താക്കിയ ഒരു കുളി അല്ല ആ പൊട്ടു കിണറ്റ് ഞാൻ കിടാവിടെ ഊന്തിവിട്ടെ ആ സന്ദർഭത്തിൽ എന്റെ കിടാവ് നന്റെ ബാപ്പ ബാപ്പ വിളിച്ചുകൊണ്ടിരുന്ന നബി ഇത് കേൾക്കുമ്പോൾ റസൂലിലെ കണ്ണിൽ ധാരാളമായ തണ്ണി ഒഴുകിയിട്ട് താടിന് ചിന്തയൊക്കെയുണ്ട് എന്ത് ചൊല്ലൊക്കെ സാധ്യമുണ്ട് എത്ര സഹാബാക്കന്മാർ റിപ്പോർട്ട് ആക്കണം അങ്ങനെ പെണ്ണുമക്കളെ കൊണ്ടത് ചെന്നൈ അവർ തോല പെണ്ണിന് വിലയില്ലാണ് ഇനി ജീവിക്കുക വിട്ടാറാ ജീവിക്കുക വിട്ടിന് കണ്ടെങ്കിൽ ഫസ്റ്റ് പെൺമക്കൾ അങ്ങ് ജീവിച്ചു വിട്ടോണ്ടിനാർ പിന്നത്തെ പെൺമക്കളെല്ലാം മുന്നോട്ടിനാർ അപ്പൊ ആ ഫസ്റ്റ് പെൺമക്കൾക്ക് ജീവിക്കുക വിട്ടൽ പിന്നെ എന്തെല്ലാം ഹക്കുണ്ടാ ആ ഹക്കെല്ലാം വഞ്ചിതനാക്കിനാർ എല്ലാം യോത്തോട് ചെന്നെങ്കിൽ മഞ്ഞൾ തോറും വിറ്റില്ലാണ് മഞ്ഞൾക്ക് നിന്നില്ല എത്ര പെണ്ണുമക്കളെ പിന്നെ മഞ്ഞളാവാം എത്ര സഹാബാക്കന്മാർ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 8-10 പെഞ്ഞായിമാരിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 തലാഖ് കൊടുപ്പായിട്ട് 4 പെഞ്ഞായിമാരായിട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എത്ര സഹാബാക്കന്മാർ അപ്പൊ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി പെണ്ണുങ്ങൾക്ക് എന്തേ ഇസ്ലാമിൽ സ്വീകരിക്കുമ്പോഴും പെണ്ണുങ്ങൾക്ക് ഒരു സ്ഥാനമാണില്ലാണ്ട് ജീവിക്കുക വിട്ടെങ്കിൽ എവിടത്തോളം ഞങ്ങളെ ഹക്കുന്നെല്ലാം വഞ്ചനായിട്ട് മാത്രമല്ല പെണ്ണുമക്കളെ മഞ്ഞളവിടെ കണക്കില്ല എന്നെ തലാ കൊടുത്തുള്ളേ റിട്ടേൺ എടുക്കുക എത്ര പെട്ട തലാ കൊടുക്കാണ്ട് ചൊല്ലാൻ സാധ്യമല്ല തലാ കൊടുക്കുന്ന റിട്ടേൺ എടുക്കുക ഇങ്ങനെ ജീവമാനമിടങ്ങ നറക്കത്തിൽ ഭയങ്കര കഷ്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു കാലഘട്ട പെണ്ണിങ്ങൾക്ക് ഇസ്ലാം ഉണ്ടാക്കിയിട്ട് 3 തലാഖ് മാത്രമേ നിയമം വെച്ചിട്ട് പിന്നെ ഉറക്ക തലാഖ് ചൊല്ലാം പിന്നെ റിട്ടേൺ എടുക്കല്ല രണ്ടാമത്തും ചൊല്ലാം പിന്നെ അങ്ങനെ റിട്ടേൺ എടുക്കാം 3 ചെന്നിൽ പിന്നെ എലോഡിൽ റിട്ടേൺ എടുക്കും അങ്ങനെ അത്ര ഭംഗവർ പാട്ടുകയില്ല നിങ്ങൾക്ക് അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങക തലാ കൊടുത്തോണ്ട് എടുത്തോട്ടു തലാ കൊടുത്തും ഒട്ടാരെ അങ്ങക്ക് ഭയങ്കര കഷ്ടത്തിൽ അങ്ങേറ്റോണ്ടിരുന്നാണ് പിന്നെ അതേപോലെ യോസഫ് ചെന്നെങ്കിൽ പിന്നെ അവൾക്ക് ഇതൊരു വിഷയത്തിൽ ചെന്നെങ്കിൽ മാപ്പിളെ ജീവിച്ചിടത്തോളം അവൾക്ക് ജീവിക്കാം മാപ്പിളെ മറിച്ചെങ്ക അതിരൊട്ടിക്ക് അവളും മരിക്കും പിന്നെ അവൾ കൂടെ ജീവിക്കുകയില്ല ഇനി പല ജാഗത്തിലങ്ങനെ ചെന്നെങ്കിൽ അങ്ങനെ ജീവിക്കും കാസുള്ള ഒരു ആണായിട്ട് ഞാൻ കണ്ടെങ്കിൽ അങ്ങനെ പൈസ ഉള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ കണ്ടെ ആ വിധവ പെണ്ണ് അങ്ങനെ ആയിട്ട് ഞാൻ കണ്ടെങ്കിൽ അവൾക്ക് രണ്ടാമത്തെ മഞ്ഞളാക്കുന്നത് എന്താ തടഞ്ഞോണ്ടിന്നാണ് അവളുടെ സമ്പൂർണ്ണ അധികാരി ഉമ്മ പാപ്പക്കല്ല ബദലായിട്ട് മറിച്ച് ആ മാപ്പിളുടെ ഔത്തങ്ങൾക്ക് അധികാരം അന്ന് അവളെ എന്താക്കുന്നത് കബ്സാക്കിണ്ടാറ് എന്നിട്ട് അവൾക്ക് മഞ്ഞളാക്കിക്കൊണ്ടില്ലാണ്ട് അവളുടെ സമ്പത്തിറങ്ങ ദോഷെടുത്തോണ്ടിരുന്നാറ് എന്നെ ആ കൊണ്ടിങ്ങനെ കണ്ടെങ്കിൽ അങ്ങനെ ഔത്തെ മക്ക ചെറിയത് ആൺമക്കനെ വലിയ തോള കാപ്പാട്ടിക്കൊണ്ടിരുന്നാറ് എന്നിട്ട് മഞ്ഞളാക്കി കൊടുത്തോണ്ടിരുന്നാറ് അങ്ങനെ സ്വത്തുര കഴിച്ചെടുത്തോണ്ടിരുന്നാറ് ഒട്ടേറെ പെണ്ണുമക്കളുടെ അവസ്ഥ ഭയാനകമായ ഒരു സ്ഥിതിയിലായിരുന്നു തഫ്സീർ ഇബ്നു കസീറിൽ ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ കാണുക സാധ്യത അത് മാത്രമല്ല പെണ്ണിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം ഈ ഇസ്ലാം ഒരു വിളിച്ച് വന്നാൽ പിന്നെ പെണ്ണിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്ത സ്വത്ത് എന്താക്കിയിട്ട് നിയമത്തെ ജാരിയാക്കി എല്ലാ കുറേശ്ശിങ്ങൾക്ക് എന്ത് വിഷയഭാവമായിട്ട് ಅಂದ್ರೆ ಕುದುರೆಗೆ ಪತ್ತಗಾವಾತದೆ ಸ್ವತಃ ತನ್ನ ಜೀವಕ್ಕೆ ರಕ್ಷಣಾಪುಗಾವಾತದ ಈ ಪೆಣ್ಣಿಗೆ നിങ്ങൾ വാർത്ത സ്വത്തിലും പാദ്യാംശം കൊടുക്കാറാണ് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നം ഇട്ടുന്നാണ് വാർത്ത സ്വത്തിലും തന്നെ അബ്ബർ സ്വത്തിലും ഒരു പാലില്ല പെണ്ണിങ്ങനെ ഇനി അത് മാത്രമല്ല ഒരു പെണ്ണായോലും ഒരു ആണായോ പെണ്ണിയുടെ കൊള്ളുക ഭർത്തായെങ്കിൽ അത് വലിയ വിഷയമേ അല്ല അതിന് ഒരു പെണ്ണ് തന്റെ മാപ്പിളുടെ കൊള്ളുക ഭർത്തായാല ആപ്തങ്ങളെ ചുറ്റുകൊണ്ടോണ്ടിരുന്നാണ് അതിന്റെ കാലഘട്ടം ഇനി അത് മാത്രം ഓർത്ത ഇതൊരുത്തരെ കൊണ്ടാൻ കണ്ടെങ്കിൽ അതിക്ക് ബദലായിട്ട് അങ്ങനെ പെഞ്ഞായിമാരെ കൊണ്ടോണ്ടിരുന്നാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പെണ്ണിങ്ങുണ്ട് ആ ഒരു കാലഘട്ട പെണ്ണിങ്ങുണ്ട് ഇനി അതേപോലെ യൂറോപ്പിൽ ഇത് യൂറോപ്പിലെ സ്ഥിതിയായിരിക്കും യഹൂദി ദീണ്ട് അല്ലെങ്കിൽ യഹൂദി ദീനിലുള്ളതായ ഒരു നിയമ പെണ്ണുങ്ങൾ അവസ്ഥ എന്ത് അവിടെ ഹവ്വ അലൈഹിസ്സലാം സ്വർഗത്തെ ഫലം ഉണ്ടല്ലോ അത് തിന്നുമില്ല കാരണം ഹവ്വ അലൈഹിസ്സലാം ആദ അലൈഹിസ്സലാം തിന്നുവാറ്റിട്ടുണ്ട് ആറ് ഹവ്വ അലൈഹിസ്സലാം അങ്ങനത്തെ ഒരു നിയമം അങ്ങനത്തെ ഒരു ആ ഒരു വിശ്വാസം ഞങ്ങളുടെ മുസ്ലിമുകളും ഉണ്ട് ഇങ്ങനെ കുറേ ഹിന്ദു ധർമ്മത്തിലാവട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ധർമ്മത്തിലാവട്ടെ പിന്നീട് ചുമ്മാ നികൃഷ്ടമായ ഒരു നീച്ചമായ സ്ഥിതിയിലായിരിക്കും വെച്ചുകൊണ്ടിരുന്നത് ആയ ഇസ്ലാം ഉണ്ടാക്കിയിട്ട് ഇസ്ലാം അങ്ങ് ഒരു ഉന്നതമായ സ്ഥാനമാണ് കൊടുത്തത് ലോകത്തെ ഈ വർത്തന വിരുദ്ധ പ്രതിഫലിച്ച് തിരിഞ്ഞിട്ട് മാത്രമല്ല പെണ്ണും ആന്റെ പോലെ സ്ഥാനമാണ് കൊണ്ട് ചെന്ന് കാട്ടിട്ട് ഒരു ആന്റെ അസ്തിത്വത്തിന് കൂടുതൽ എന്തൊരു ഉദ്ദേശമുണ്ടാ അതേപോലെ പെണ്ണിന്റെ ജീവനമാനത്തും അവളുടെ അസ്തിത്വത്തിന് ഒരു ധ്യേയമുണ്ട് പരിപാടികൾ പെണ്ണും ആണും ഒന്നായിട്ട് അങ്ങനെ ആ വർഗത്തിൽ നിന്നിട്ട് ഇസ്ലാം കുറേ വിഷയങ്ങൾ ಅಂದ್ರೆ സ്വീകരിക്കുകയല്ലെങ്കിൽ ജീവനത്തെ ഒരു ഉപയുക്തമായ ഒരു മാതൃ ജീവന കാട്ടുകൂ അത് ബയച്ചിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് ഇസ്ലാം പക്ഷെ പെണ്ണും ആണും ഇസ്ലാമിന് ഒരേ സ്ഥാനമാണെന്ന് ചെന്ന് കാട്ടിട്ട് അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ചെന്നെങ്കിൽ നിങ്ങൾക്കുള്ള സ്ഥാനമാണ് അല്ലാഹു നിങ്ങൾ ഉണ്ടാക്കിയ അങ്ങനത്തെ ഒരു നീച്ചമായോ ഒരു നികൃഷ്ടമായോ സ്ഥാനത്തിൽ നിങ്ങളെ വയറ്റി മേൽ വെച്ച
ഇസ്ലാമിൽ നിങ്ങൾക്ക് ചൊന്ന ഇസ്സത്താക്കിയിട്ടുണ്ട്, ചൊന്ന ഗൗരവ തന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബഗൽ നാം കടക്കില്ല. വിഷയങ്ങൾ ധാരാളമായിട്ട് നിങ്ങളെ ബഗൽ ചൊല്ലുകൊണ്ട് ആയക സമയ സന്ദർഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈഗത്തെ ക്ലാസ്സിൽ നിങ്ങൾ മുന്നൽ ബേക്കൊണ്ടു നിങ്ങളൊട്ടിക്ക് ചൊന്ന പലക്കരെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക്. അപ്പൊ പിന്നായൊരു മനസ്സിലാക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു അള്ളാഹു സുഖിക്കുന്നു അതിന്റെ ആ കാലഘട്ടത്തിൽ ഇന്ദിരനുണ്ടെങ്കിൽ എന്താമത്തെ പെണ്ണുಗಳ അവസ്ഥ, എങ്ങനെ ഇക്കാലത്തെ പെണ്ണുಗಳ അവസ്ഥ. അപ്പൊ ഇസ്ലാം ദീനിൽ നിങ്ങൾ ബന്ധത് കൊണ്ടിട്ടും നിങ്ങൾ ആ ഒരു നീചമായ ആ ഒരു സ്ഥാനമാനത്തിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊടുത്തിട്ട് ഉന്നതമായ സ്ഥാനമാനത്തിൽ അള്ളാഹു നിങ്ങൾക്ക് തന്ത്രാൻ കണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ റബ്ബുക നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യത്തെടുക്കുക. ഇത് നിങ്ങൾ പഠിക്കുകൊള്ളേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ തന്നെ ಹೊಣೆಗಾರಿಕೆയുണ്ട്, നിങ്ങൾക്ക് തന്നെ ജവാബ്ദാരിയുണ്ട്, അത് പഠിക്കുകൊള്ളേ. ഒന്നാമത്തെ നിങ്ങൾ പഠിക്കുകൊള്ളേ ചെന്നിട്ട് പെണ്ണിങ്ങൾക്ക് നേരായ ജവാബ്ദാരി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളിലെ മാപ്പിളിലെ ഔത്ര അവൾ സംരക്ഷണം ആക്കണം, അവളിലെ മാപ്പിളുടെ മക്കളെ അവൾ നോക്കണം, അവളുടെ മാപ്പിളുടെ സേവ ആക്കണം. ഇതേ ജവാബ്ദാരി അള്ളാഹു സുബ്ഹാനഹു വ തആല പെണ്ണിങ്ങൾ കൊടുത്തു. ಇದಲ್ಲಾಂತೆ ಅವತ್ತೆ ಪರ್ತಕ್ಕ ಒಂದು ಡ್ಯೂಟಿ ಇಲ್ಲ, ಆಗಲೇ ಅವತ್ತೆ ಪರ್ತು ಒಂದು ಹೊಣೆಗಾರಿಕೆಗೆ ಆವತ್ತು ಒಂದು ಜವಾಬ್ದಾರಿಗೆ ಆವತ್ತು ಅಲ್ಲಾಹ್ ಕೊಡ್ತುಟ್ಟೇ ಇಲ್ಲ. ಅವತ್ರ ಉಲ್ಗದೆಚ್ಚಿಟ್ಟಂತಾಪನು ಈ ಸ್ವರಡ್ಕೊಂಡು അതുകൊണ്ട് ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വഖർന ഫീ ബയൂതികുന്ന നിങ്ങൾ അവത്ര ഉൽഗമേദയിക്കും അവിടെ നിങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളേ അവത്ര പർത്തില്ല അവത്ര പർത്തുള്ള ഡ്യൂട്ടി ಎಲ್ಲ ആണിങ്ങൾക്ക് ಅವತ್ರ ಪರ್ಪುಲ್ಲದಾಯ ಜವಾಬ್ದಾರಿನಿಗ ಹೊಣೆಗಾರಿಕೆಗೆ ಎಲ್ಲ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಆಣಿಗೆ ಕೊಡ್ತಾರೆ. നിങ്ങൾ ಅವತ್ರ ಉಲ್ಗದೈക്കും അവത്ര ഉൾഗതിച്ചിട്ട് നിങ്ങളെ മാപ്പിളുടെ ഔത്ത് നിങ്ങൾ നോക്കുന്നു, മാപ്പിളുടെ മക്കളെ നിങ്ങൾ നോക്കിക്കൊള്ളു, മാപ്പിളുടെ നിങ്ങൾ സേവയാക്കിക്കൊണ്ടിരിക്കും. ഈ സ്വറ മാത്രം ഈ ഡ്യൂട്ടി മാത്രം എനിക്കുള്ളേ. ഇനി എങ്ങനെ നിങ്ങൾ ആ മാപ്പിളുടെ ಹೊಣೆಗಾರಿಕೆ ഔത്തങ്ങ നിങ്ങൾ സംരക്ഷണാക്കരെ ആ കർത്തവ്യം ആ ಹೊಣೆಗಾರಿಕೆ എങ്ങനെ പൂർത്തിയാക്കരെ അത് നിങ്ങളുടെ മാപ്പിളുടെ മേൽനോട്ടത്തിലായിരിക്കും. മാപ്പിളുടെ മേൽനോട്ടത്തിൽ ആ എല്ലാ ಹೊಣೆಗಾರಿಕೆങ്ങ ആ എല്ലാ ജവാബ്ദാരിക്കെങ്ങ നിങ്ങൾ പൂർത്തിയാക്കുകൊണ്ടേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിന് ഈ ഡ്യൂട്ടി നിങ്ങൾക്ക് തന്നറ? കാരണം ആണും പെണ്ണും അങ്ങെന്തരല്ല സമാനമല്ല, ഏതില് ശാരീരികമായിട്ടും മാനസികമായിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളെ നല്ല താക്കത്തുള്ളവനായിട്ട് സൃഷ്ടിച്ചിറങ്ങുന്നത്, നല്ല സുദൃഢമായ ഒരു താക്കത്തുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും. പിന്നെ ആണുങ്ങളെക്കാണ്ട് എത്ര ദുർബലമായിട്ടുള്ളവർ, ശാരീരികമായിട്ടും ദുർബലമായിട്ടുള്ള ആൾ, അതേപോലെ മാനസികമായിട്ടും ദുർബലമായിട്ടുള്ള ആൾ. അപ്പൊ ദുർബലമായ ഈ പെണ്ണുക്ക് അവള് മാനസികമായിട്ടും ദുർബലമായിട്ടുള്ള ശാരീരികമായിട്ടും ദുർബലമായിട്ടുള്ള. അപ്പൊ ഈ ദുർബലമായ പെണ്ണുക്ക് അവളുടെ ദൈവികമായ രംഗത്തിലും അവളുടെ സാമാജികമായ രംഗത്തിലും അവൾക്ക് സംരക്ഷണ അഗത്യമുണ്ട്. ഈ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല സാമാജിക അല്ലെങ്കിൽ സമാജത്തിൽ കൊടുക്കാണ്ട് എന്താക്കിയ അവിടെ ആ ഔദ്യ ഉള്ളതായോ ആ ആണുങ്ങളെ മേലെ അല്ലാഹു കൊടുത്തുവിട്ട അങ്ങനെ സംരക്ഷണം ആക്കും, അങ്ങനെ നോക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ ചൊല്ല അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, ആണുങ്ങ പെണ്ണുങ്ങളുടെ മേൽ വിചാരക്കന്മാരായിരിക്കും, ആണുങ്ങ പെണ്ണുങ്ങളെ മേൽനോട്ടത്തിൽ വയ്ക്കുന്നത് ആൾമാരായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പെണ്ണുങ്ങൾക്ക് എതിർക്കുന്ന ശാരീരികമായിട്ടും മാനസികമായിട്ടും ദുർബല ആണുങ്ങളെ പോലല്ല പെണ്ണുങ്ങൾ. ആണുങ്ങളെ പോലെ പെണ്ണുങ്ങൾ ഇല്ല, എത്രയോ ദുർബല. അത് ഇതിഹാസത്തെ സാക്ഷിയായിട്ട് നിങ്ങൾ ഇതിഹാസത്തിൽ നിങ്ങൾ കണ്ണോടുപാട്ടെന്ന് കണ്ടെങ്കിൽ അവർ എന്തിനെ കാണ്ട് ആണിങ്ങായിട്ട് വൈജ്ഞാനിക അല്ലെങ്കിൽ വിജ്ഞാനിമാരിൽ വെച്ചിട്ട് സയന്റിസ്റ്റ്മാരിൽ വെച്ചിട്ട് എല്ലാ ആണികളെ കാണും. അതേപോലെ ദുനിയാവുടെ പ്രഗതിയിൽ ഒന്നാമത്തെ മുൻചൂണിലുള്ളമേ ആണിങ്ങായിട്ട് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ കടത്തിരുമേ ആണികളായിട്ട്. അപ്പൊ എല്ലാ വിഷയത്തിലേക്ക് നോക്കുന്നതിനും ആണിങ്ങൾ പെണ്ണുങ്ങളെക്കാണ്ട് എത്രയോ ശക്തി സാമർഥ്യം ഉണ്ടെങ്കിൽ മാനസികമായിട്ടും അതേപോലെ ശാരീരികമായിട്ടും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയ ഈ ദുർബലമായ പെണ്ണുങ്ങളെ ആണുങ്ങളെ കയ്യിൽ കൊടുത്താൽ അതെങ്ങനെ ബാല്യത്തിൽ നിൽക്കുമ്പോ ചെറിയ പെണ്ണ് അപ്പന്മാരെ കയ്യിൽ കൊടുത്താൽ, ഇനി എവിടത്ത് വന്നതിൽ കണ്ടെങ്കിൽ മാപ്പിളുടെ കയ്യിൽ, അവൾ വയസ്സായിട്ട് കണ്ടെങ്കിൽ അവളുടെ ആൺമക്കളുടെ കയ്യിൽ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണിന്റെ സംരക്ഷണാക്കി ആ രൂപത്തിൽ അല്ലാഹു അങ്ങനെ എന്താക്കിയ ഞങ്ങളുടെ ಹೊಣೆಗಾರಿಕೆ ആണെങ്കിലും ಹೊಣೆಗಾರಿಕೆ പെണ്ണുങ്ങളെ സംരക്ഷണാക്കരുത്, പെണ്ണുങ്ങളെ മേൽനോട്ട ബേക്കരുത്, എല്ലാം ഞങ്ങളിങ്ങനെ അല്ലാഹു വിട്ടു. നമുക്ക് ഇതൊന്നും ഒരു ಹೊಣೆಗಾರಿಕೆയല്ല, എത്രമാവും 100, 200, 300 നമുക്ക് ജവാബ്ദാരി തന്നത്. അതിനായിട്ട് യാരനെ ജവാബ്ദാരി കൊണ്ട് പെണ്ണുങ്ങൾക്ക് അത്രയില്ല. അപ്പൊ പെണ്ണുങ്ങളെ സമ്പൂർണ്ണ ಹೊಣೆಗಾರಿಕೆ ഞങ്ങളെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ഞങ്ങൾ പരിപാടിണ്ട് ആ ജവാബ്ദാരി ഞങ്ങൾ എടുത്താൽ പിന്നെ അങ്ങോട്ടേക്ക് സൗമ്യമായിട്ട് വർത്തനാക്കണം, ചന്തത്തിൽ വർത്തനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ആർക്കെങ്കിലും 3 പെൺമക്കൾ ഉണ്ടെങ്കിൽ അഥവാ ആ പെണ്ണുമക്കളെ നല്ല രീതിയിൽ ബൽക്കിട്ട് ബലിയാക്കിയിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുത്തേക്കുണ്ട്. വിദ്യാഭ്യാസത്തിനെങ്കിൽ എഡ്യൂക്കേഷൻ ചെന്നെങ്കിൽ ദുനിയാവുടെ എഡ്യൂക്കേഷൻ അല്ല, ബദലായിട്ട് ഖുർആനും സുന്നത്തുൽ എഡ്യൂക്കേഷനും കൊടുത്തിട്ടു നല്ല സ്വഭാവമുള്ളതായ ദീനിയായ ചെറുക്കരെ നോക്കിയിട്ട് മഞ്ഞനാക്കിയിട്ടുണ്ടെങ്കിൽ സ്വർഗം വരുന്നു. അപ്പുറം സഹാബി ചിന്തിച്ചു നബിയെ രണ്ടിനെങ്ക
ഈ പലക്ക് കേൾക്കലോടുകൂടി ഒരു സാധ്യം ചിന്തിക്കുന്നത് ജണ്ടിനെങ്ങ ജണ്ടെങ്കിൽ അതേപോലെ മൻ ആല ജാരിയതൈനി ആർക്കും ജണ്ട് പെൺമക്കൾ ഉണ്ടാ ഹത്താ തദുലുക യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിന് ആ ബന്ധാരം എങ്ങനെ ചെന്നെങ്കിൽ അന വഹുവ വദമ്മ അസാബിഅ ഇതാ നാമമാണ് ഇങ്ങനെ ഇക്കുവാതെന്ന് സ്വർഗത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റെഡിಗೆ ഇങ്ങനെ ഇക്കുള്ളതായ ഒരു ചാൻസ് അങ്ങനത്തെ ഒരു മഹാഭാഗ്യ അങ്ങനത്തെ ഒരു നസീബ് കിട്ടുമ്പോൾ ഒരു വിഷയത്തിക്ക് പെണ്ണു മക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവളൊട്ടിಗೆ നല്ല രീതിയിൽ വർത്തനാക്കണം, നല്ല സ്വഭാവ കാട്ടണം, നല്ല ദീനിയായ നിയമത്തെ ഉണ്ടാക്കണം, അങ്ങ് പരിപാടി കൊടുക്കണം, നല്ല എഡ്യൂക്കേഷൻ ഖുർആനും സുന്നത്തിലെ എഡ്യൂക്കേഷൻ അങ്ങ് കൊടുക്കും. എന്നിട്ട് അങ്ങ് യൗവനത്തിൽ വന്നാറാ നല്ല ദീനുള്ളതായോ തഖ്വ ഉള്ളതായോ നല്ല സ്വഭാവത്തെ ചെറുക്കൽ നോക്കി മങ്ങിനാക്കി കൊടുത്താണെന്നുണ്ടെങ്കിൽ നാമം ഇതാ ആ അപ്പം സ്വർഗത്തിൽ ഇങ്ങനെ ഇക്കറാകുന്ന റസൂൽ സ്വർഗക്ക് ഇട്ടതായോ ഒരു നിഅമത്തായിട്ട് ഇങ്ങനെ പെണ്ണു മക്കളെ വളർത്തി. അപ്പൊ ഓരോ സാധനത്തിന്റെ കേൾക്കണമെങ്കിൽ ഒന്നായങ്ക ഒന്നിനെങ്കും സമം എങ്ങനെ വെച്ചത്. അപ്പൊ ഒന്നും രണ്ടും മൂന്നും അതിനായിട്ട് യാറ ഞങ്ങൾ പെണ്ണുമക്കളെ ബൽത്തിനെ ബിയരിക്കുന്നു സ്വർഗത്തിട്ട വിഷയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റെഡിക്ക് സ്വർഗത്തിൽ ജീവിക്കുമ്പോൾ ഒരു വലിയൊരു നിയമത്തിത്. അതുകൊണ്ട് പെണ്ണുമക്കൾ ഞങ്ങൾ ബൽത്തന്നെ എങ്ങനെ ആ പെണ്ണുമക്കളുടെ നല്ല സൗമ്യ സ്വഭാവത്തോടു കൂടി വരും. അങ്ങ് തപ്പാക്കാറ തപ്പിട് തിട്ടോണം, തിരുത്തിട്ട് അങ്ങനെ തപ്പുകൾ നിങ്ങൾ മാർക്ക് കൊടുക്കുന്നു. ഇതാക്കൊണ്ടാണ് സത്യം. അതായത് ഇന്ന് യൗവനത്തിൽ എത്തിയെന്ന് കണ്ടെങ്കിൽ യൗവനത്തിൽ എത്തിയാലും കണ്ടെങ്കിൽ ഒരു മാപ്പിളുടെ കയ്യിലായിട്ട് സമ്പൂർണ്ണ ജവാബ്ദാരിയും എന്തായിരിക്കും മാപ്പിളുടെ കയ്യിലായിട്ട് ആ പെണ്ണിന്റെ വിഷയത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അഹഖു ശുറൂതി ഷർത്തിൽ വെച്ചിട്ട് കരാറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തന്നതായ ജവാബ്ദാരിക കർത്തവ്യങ്ങൾ വെച്ചിട്ട് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾക്ക് അള്ളാഹു കൊടുത്തതായ ജവാബ്ദാരിൽ വെച്ചിട്ട് ചൊന്ന വലിയൊരു ജവാബ്ദാരി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക ബദ്ധത്തോ ന്യായത്തെ രൂപത്തിൽ ഉണ്ടാക്കുവാനായിട്ട് നിങ്ങൾ നിക്കാഹ് സംബന്ധിച്ചതായ കരാറുണ്ടല്ലേ ആ കരാർ നിങ്ങൾ ബാക്കി എല്ലാ ജവാബ്ദാരികളെ കണ്ട് യാറെ പൂർത്തിയാക്കുന്നതായ ഒരു കരാറായിട്ട് അങ്ങനെ ഒരു ബാപ്പായനെ തന്റെ മോളിലെ നിക്കാഹ് സംബന്ധിച്ച് എന്താക്കണ ഈ പലക്ക് ചെന്ന് കൊടുക്കണം. ഇത് ഇന്നെ മോൾ ഈ മോള് ನಾನು ചെറിയ തിരുസത്തിൽ ബൽത്തി വെളിയാക്കി അവൾക്ക് ഞാൻ എന്താക്കിയ ഡ്രസ്സ് കൊടുത്തെ, ഉണ്ണുക കൊടുത്തെ, തിന്നുക കൊടുത്തെ, അവൾക്ക് അക കെട്ടി കൊടുത്തെ, അവളൊಟ್ಟಿಗೆ ನಾನು നല്ല രീതിയിൽ വർത്തനാക്കെ അവള് തപ്പാക്കുമ്പോ ആ തപ്പിടെ തിറ്റിട്ട് അവളുടെ തപ്പുക്ക് ನಾನು മാപ്പ് കൊടുത്തെ. ഇങ്ങനെ നല്ല രൂപത്തിൽ അവള് നാ ബൽത്തി വെളിയാക്കിയ ഇത്രത്തോളം നിന്റെ കയ്യിലിട്ട് ആ ജവാബ്ദാരി എന്റെ ഗതി ഇതാ നിന്റെ കയ്യിൽ തന്നോട്ടുള്ളേ ഇന്ത്യയിൽ പിന്നെ നിന്റെ ജവാബ്ദാരി ആയിട്ട് തന്റെ മോൾ നാനെങ്ങനെ അവളുടെ ബൽത്തിയമാ ഈ രൂപത്തിലൊട്ടിಗೆ നാ വർത്തന കാട്ടിയമാ അതേപോലത്തെ വർത്തനെ നീനും കാട്ടണു, നീൻ അവളെ നോക്കണം. ഇതാ എടുത്തുക ഈ പലക്കെ ചെന്നിട്ട് എന്താത്രേ അവിടെ ബാപ്പായുടെ തന്റെ മോളില് ഒരു സ്വഭാവത്തിൽ നല്ല ചെറുക്കെ കൊണ്ടേ കൊടുക്കരുത്. ഈ കരാറായിട്ട് നിങ്ങൾ ചെന്ന് പാലനാക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി. അതുകൊണ്ട് അങ്ങനെ ബന്ധതായ പെഞ്ഞായി അവളെ നനന്താക്കണം, നല്ല രീതിയിൽ അവളൊട്ടിಗೆ വർത്തനാക്കണം, നല്ല സ്വഭാവത്തോളൊട്ടിಗೆ കാക്കണം. അവൾ തപ്പാക്കല തപ്പിട് തിದ್ದണു പെണകരല്ല അവളൊട്ടിಗೆ ചെറിയ വിഷയത്തെ ಬಗ್ಗೆ പെണകൊണ്ടിക്കറല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഖണ്ഡനാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ വിഷയത്തെ ಬಗ್ಗೆ തന്റെ പെഞ്ഞായിമാർക്ക് പെണ്ണുങ്ങളതായ ആൾമാരൊട്ടിಗೆ ഭയങ്കരമായ ഖണ്ഡനാ രീതിയിലായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വർത്തനാക്കി. അപ്പൊ ആ പെഞ്ഞായിമാരെ തപ്പുകൾ തിದ್ದണങ്ങൾക്ക് മാപ്പാക്കും നമ്മൾ ബുദ്ധിച്ചുള്ളൂ അങ്ങനെ നല്ല രീതിയിൽ സ്വഭാവം കാട്ടുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഒരു നിങ്ങളെ പെഞ്ഞായിട്ട് ഒരു ബെടക്കായ സ്വഭാവം കണ്ടിട്ട് അവള് നിങ്ങൾ എന്താക്കണ്ട വെറുക്കണ്ടവല്ലേ നിങ്ങൾ വെറുക്കുകീര അവൾ ഏതോ നല്ല സ്വഭാവം നിങ്ങൾക്ക് ചെന്ന് ഉപകാരത്തറവുമായി ചെന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിയുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാ ചെന്നതായ ഫലക്കെന്തരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അലാ വസ്തഉസു ബിന്നിസാഇ ഖൈറൻ രണ്ട് വട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഞാൻ ഇങ്ങനെ എച്ചരിക്ക തന്നോട്ടുള്ളേ പെണ്ണുങ്ങളെ വിഷയത്തെ നിങ്ങൾ നല്ല രീതിയിൽ വർത്തനാക്കണോ ചെന്നിട്ട് അള്ളാഹുവിന്റെ പേരിൽ കൊണ്ട് നിങ്ങൾ ചെന്നിട്ട് പെണ്ണുങ്ങളെ വിഷയത്തിൽ നിങ്ങളെ പെഞ്ഞായിമാരെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാ രണ്ട് വട്ടം ചെന്നു. അതുകൊണ്ട് ഞങ്ങളൊത്ത് ബന്ധതായോ ഞങ്ങളുടെ പെഞ്ഞായിമാർ അങ്ങനെ എല്ലാ കുട്ടും ഞങ്ങളെ ഡിപ്പെൻഡ് ആയിട്ട് ബണ്ട് ആ പെണ്ണുരൊട്ടിಗೆ നല്ല സ്വഭാವ കാട്ടുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അവർക്ക് മദീനത്തെ കുറേ പെണ്ണിങ്ങ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞായിരം മുട്ട വന്നാർ വന്നിട്ട് തങ്ങളെ മാപ്പിളുടെ ദൂർ ചെന്നാർ. ഈ വിഷയം കിട്ടലോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവേശത്തോടു കൂടി മിമ്പർ പറ്റിട്ട് പലക്കർ എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു നന്റെ മുട്ട മദീനത്തെ കുറേ പെണ്ണിങ്ങ അകലെ മാപ്പിളുടെ ಬಗ್ಗೆ ദൂര ആറല്ല അകലെ മാപ്പിളുടെ ಬಗ್ಗೆ ദൂരാറ ആ മാപ്പിളുടെ ആറ് നല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഖൈറുക്കും ലിഅഹ്ലിഹി ദാ നിങ്ങളെ പെഞ്ഞായിമാർക്ക് നിങ്ങളെ കുടുംബത്തെ ആൾമാർക്ക് നിങ്ങൾ ഖൈറായിട്ടിരിക്കാറ് അതേപോലെ വാന ഖൈറുക്കും ലിഅഹ്ലിഹി മാത്രമല്ല നന്റെ ഔത്തുലു ನಾನು ഞങ്ങളെ പെഞ്ഞായിമാർക്ക് ഏറ്റവും നല്ലവനായിട്ടിരിക്കുന്നത് എൻ്റെ സ്വഭാവത്തെ ಬಗ್ಗೆ പോയി കേൾക്കും ഞാൻ ഞങ്ങളൊട്ടി വർത്തനാക്കറ ചെന്നിട്ടു ഏത് രൂപത്തിൽ ഞാൻ ഞങ്ങളൊട്ടി വർത്തനാക്കറ ചെന്നിട്ടു നിങ്ങളെ പെഞ്ഞായിമാർക്ക് നിങ്ങൾ നല്ലായാറ എന്നാൽ നിങ്ങൾ നല്ലങ്ങ അല്ലെങ്കിൽ നിങ്ങൾ നല്ലങ്ങല്ല ചെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
നന്റെ ബഗിൽ നിങ്ങൾ പോയി കേൾക്കുന്നുണ്ട് പെഞ്ഞായിമാരൊട്ടിಗೆ നന്റെ സ്വഭാവം എങ്ങനെ ഉണ്ട് ഞങ്ങളൊട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞായിമാരൊട്ടിಗೆ ഉത്തമമായ രീതിയിലായിട്ട് ഇവർ വർത്തനാക്കിക്കൊണ്ടിരിക്കും. സഹാബാക്കന്മാരും റസൂലും തെച്ചിട്ടും സന്ദർഭത്തിൽ അപ്പുറത്തെ പെഞ്ഞായിരൗട്ട് ഒരു തിന്നുകൂറി ഇടത്തിൽ എന്തിനു ഒരു സാമടവും ആയിഷറുണ്ടാവുന്ന നഞ്ചി ഏറിട്ട് ആ ഇടത്തെ ബലിച്ചെരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുന്നും സഹാബാക്കന്മാരുള്ളാർ ഞങ്ങൾ എന്താക്കണ്ട ആയിഷറുണ്ടാവും ഞങ്ങളെ ബലിച്ചെരി റസൂൽ എന്താക്കണിട്ട് ഞങ്ങൾ പെഞ്ഞായിമാർ അങ്ങനെ ആക്കുമ്പോൾ ഞങ്ങൾ എന്തിനാക്കാക്കണ്ട അവിടെ അർശ വന്നിട്ട് എന്തെല്ലാം ആക്കുകയോ ഞങ്ങൾ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു ചെറുത്ത് പൂരാ ഇടത്തത് എന്താക്കത് ഒട്ടിക്കാക്കത് ആ പിന്നീട് സാമന്ത സഹാബാക്കന്മാരെ മുന്നിൽ വെച്ചിട്ട് ചൊല്ലു തിന്നൊരു എന്റെ നിങ്ങൾ ഒമ്മക്ക് ചൊല്ലുന്ന അർശ വന്നിട്ട് അത്രമേ ചൊല്ലു റസൂൽ എന്നിട്ട് ആയിഷറുള്ള അവിടെ ചൊല്ലു പ്ലേറ്റ് ഔട്ട് അപ്പുറത്തെ ഒത്തങ്ങത് അതിനെ ഒന്ന് പുതിയ കൊടുക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ തന്റെ പെഞ്ഞായിമാരൊട്ടിಗೆ അങ്ങനെ ബെടക്കായ സ്വഭാവത്തെ മുന്നിൽ കാണുമ്പോൾ ബെടക്കായ രീതിയിൽ വർത്തനാക്കിയിട്ടില്ല തപ്പിടെ തിരിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സ്വഭാവം നമ്മളെ മുന്നിൽ കാട്ടിട്ട് അതേപോലെ നിങ്ങൾ എന്താക്കണം ഞങ്ങളെ പെഞ്ഞായിമാരൊട്ടിಗೆ ഉത്തമമായ സ്വഭാവം കാട്ടുന്നു. പെണ്ണുങ്ങളല്ല ഞങ്ങളൊട്ടിಗೆ ചിരി ഡിസിപ്പിൽ പെണ്ണുങ്ങൾ തീരാനാണ്. ഇത് മൂന്നാമത്തേത് വയസ്സായി നിൽക്കണ്ടെങ്കിൽ എന്താഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മമാർ അങ്ങനെ മക്കളെ കയ്യിൽ ആൺമക്കളെ കൊടുത്ത് കളിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാഹിബൻ ചൊല്ലു നബിയെ നന്റെ നല്ലതായ സ്വഭാവത്വവും ആറ് കാട്ടുന്നു എല്ലാ നല്ല രൂപത്തിൽ സേവന ആറ് കാക്കുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം ചൊല്ലുമ്പോൾ നിന്റെ ഉമ്മ ഉണ്ടായി. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതി സന്ദർഭത്തിലും പെണ്ണുങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് സംരക്ഷിച്ചൽപ്പെട്ട. അതുകൊണ്ട് ഞങ്ങളെ ജവാബ്ദാരി ബാല്യത്തിലിരിക്കുമ്പോൾ ഒരു പെണ്ണിക്കിരാവിടെ ഞങ്ങൾ ബൽത്തി നോക്കുന്നു, പെഞ്ഞായിമാരോ ഞങ്ങൾ ഇതാക്കുന്നു, നല്ല രീതിയിൽ ഞങ്ങളുടെ വർത്തനാക്കുന്ന ഞങ്ങൾ ബൽത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ಬಂದು ಕೇಳಿದ್ರು ಸಾದಿ ನಬಿ ನಂದೆ ಬೆಣ್ಣಾಯರೆಲ್ಲ ಕುಲ್ಲ ಹಾಕ್ತಂದ್ರೆ ಅಪ್ಪ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಲ್ಲು ನೀ ತಿನ್ನಿಡದೆ ಅವಳಿಗೆ ನೀ ತಿನ್ನಬಾಟು, ನೀ ಕುಡಿக்கிறದೆ ಅವಳಿಗೆ ಕುಡಿಬಾಟು, ನೀ ಇಡ್ಡದೆ ಅವಳಿಗೆ ನೀ ಇಡಬಾಟು. ಅವಳೊಟ್ಟು ನಿಂಗೆ പെണങ്ങണ്ട, അവളോട് എന്താക്കണ്ട പെണങ്ങണ്ട, ഔട്ട് ഉൾകല്ലാണ്ട് ഔത്ര പുറത്തു പോയി നീ കിടക്കണ്ട. നിങ്ങൾക്ക് പെണ്ണു ഇന്നെനിക്കെന്റെ ഔത്ര ഉൾക മാത്രമേ കിടക്കണം, ഔത്ര പുറത്ത് കിടങ്ങണ്ട. ആർക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും അവളുടെ മുഖത്ത് കടിക്കണ്ട, അവളൊട്ടിಗೆ ನೀನು ಔತ್ರ പുറത്ത് എന്താ ഔത്ര ഉൾകല്ലാണ്ട് ഔത്ര പുറത്ത് നീ പെണങ്ങിരണ്ടാകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹക്കായിട്ട് മകളെ മേൽ പെഞ്ഞായിമാരുടെ മേൽ ഔത്ര പുറത്തല്ല ഔത്ര ഉൾക ഇന്ത്യനും ഔത്ര പുറത്ത് കിടങ്ങോ തീരാ അങ്ങനത്തെ അർಥ കാത്തു തീരാ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്താക്കറ് പരിപാടിയാണ്. ഇനി ഞങ്ങൾ നോക്കുപോലെ പെണ്ണിങ്ങനെ നിങ്ങൾക്കുള്ള ഹക്ക് ഇടപാടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു ജവാബ്ദാരിനെ തന്നു, അത് പൂർത്തിയാക്കും. ചെറിയ ജവാബ്ദാരി എന്തില്ല നിങ്ങൾ ഈ ജവാബ്ദാരി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവൂ സ്വർഗ്ഗ നേടുക ചൊന്ന സുലാഭ നിങ്ങൾക്ക് ഞങ്ങളെ പോലല്ല, ആളുകളെ പോലല്ല. ആളുകൾക്ക് സ്വർഗ്ഗ നേടുകണ്ട് ചൊന്ന കഷ്ടപ്പെടണം, നിങ്ങൾക്ക് ചൊന്ന സുലാഭ സ്വർഗ്ഗ കിട്ടുകയായിട്ട് നോക്കൂ. ഏകദേശം നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അത്യുന്നതമായ സൗന്ദര്യത്തെ തരാം. അതിനെക്കാട്ട് വലിയതെന്തിനു ചെന്നെങ്കിൽ നല്ലൊരു സ്വഭാവ ഗുണമുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു സ്വഭാവ ഗുണ അതെന്തിനു ചെന്നെങ്കിൽ സബൂറായിട്ട് നിങ്ങളെ പോലെ സബറെടുക്കാൻ ആറുമില്ല. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹനയ സകാരമൂർത്തി ചെല്ലാൻ നല്ല സബറെടുക്കുക ആൾമാരായിട്ടിരിക്കാണ്. മാത്രമല്ല ഇതൊരു വലിയൊരു നിഅമത്ത് അല്ലാഹു നിങ്ങൾക്ക് എന്തിനു തന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഉദ്ദേശത്തോടു കൂടി ഖിയാമത്ത് നാളത്തോള ഇവിടെ മനുഷ്യ സന്തതി ഒളിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് മാത്രം സാധ്യം. അത്ര ഒരു വലിയൊരു നിഅമത്ത് അല്ലാഹു നിങ്ങളെ മേൽ തന്നതാണ്. അപ്പൊ നിങ്ങൾ എന്താക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന ജവാബ്ദാരി എന്തിനു ചെന്ന് മനസ്സിലാക്കിയിട്ട് അത് പൂർത്തിയാക്കും. നിങ്ങൾ നോക്കണം. അതായത് നിങ്ങൾക്കുള്ള സ്വറയുണ്ടെങ്കിൽ നിങ്ങളുടെ മാപ്പിളുടെ സേവയാക്കണു, അതേപോലെ നിങ്ങളുടെ മാപ്പിളുടെ മക്കളെ സേവ നോക്കണു, മാപ്പിളുടെ അകത്തെ നിങ്ങൾ സംരക്ഷണ ആക്കണം. ഇത്രമേ നിങ്ങൾക്കുള്ള ഡ്യൂട്ടി. നാളെ പരലോകത്തിൽ അല്ലാഹു വാക്കെടുത്തായ വിചാരണന് ഇവരെ ബദൽ നിങ്ങൾക്ക് ഗ്യാരണ്ടിയില്ല. നിങ്ങൾക്ക് അല്ലാഹു വിചാരണ ആക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു വൽ മർഅതു റാഇയതു ഫീ ബൈതി സൗജിഹാ. ഒരു പെണ്ണായോളു തന്റെ മാപ്പിളുടെ അവത്തെ ಸಂಪೂರ್ಣ ಹೊಣೆಗಾರಿಕೆ ಉಳ್ಳವಳಾಗಿದ್ದಾರೆ. ವಮಸ್ಕೂಲತುನ್ ಅನ್ ರಇಯತಿಹಾ. ಅದರ ಬಗ್ಗೆ ನಾನು ಅವಳೊಟ್ಟಿಗೆ ಅಲ್ಲಾಹ್ ವಿಚಾರಣೆ ಹಾಕಲ್ಪಟ್ಟಾನೆ. ಅವಳು ವಿಚಾರಣೆ ಹಾಕಲ್ಪಡುವಾಗ ഈ വിഷയത്തിൽ മാത്രമാണ്. എന്നൊരു ഹദീസ് വൽ മർഅതു റാഇയതു അലാ ബൈതി സൗജിഹാ വവലദിഹി. ഒരു പെണ്ണ് അവളുടെ മാപ്പിളും അവന്റെ മക്കളും എന്തായിട്ട് ഒരു ಹೊಣೆಗಾರಿಕೆയുള്ളവളായിട്ടിരിക്കുകയാണ്, ജവാബ്ദാരിക്കുള്ളവളായിട്ടിരിക്കുകയാണ്. അതിന്റെ ಬಗ್ಗೆ ನಾನು ಅಲ್ಲಾಹ್ നിങ്ങളോട് കേൾക്കുന്നു. വേറെ ഒന്നുമില്ല എനിക്ക് ഡ്യൂട്ടി, വേറെ ഒരു ഡ്യൂട്ടി ഇല്ല. നിങ്ങൾ അവത്തെ പറച്ച് ഒരു ഡ്യൂട്ടി നിങ്ങൾക്ക് തന്നിട്ടേ മേലല്ല, അവത്ര ഉൾഗമേ വെച്ചല്ല സ്വരടുക്കൊണ്ടിങ്ങ. അപ്പൊ ഈ സ്വരടുക്കുന്നതായ സന്ദർഭത്തിൽ നിങ്ങളെ മാപ്പിളുടെ സേവയാക്കുമ്പോൾ നിങ്ങളെ ആ മാപ്പിളുടെ അകത്തെ നിങ്ങൾ നോക്കിയെടുക്കുമ്പോൾ മക്കളെ നോക്കുമ്പോൾ ചൊന്ന കഷ്ടപ്പെട്ടാണ് നിങ്ങൾ. ആ ടൈമിലെല്ലാം നിങ്ങൾ സബുറെടുത്തോണ്ട് നല്ല സബുർ നിങ്ങൾ നോക്കൂ. നാനൊരു ഹദീസ് നിങ്ങളെ മുന്നിൽ വയ്ക്കിற ഈ ഹദീസ് നിങ്ങൾ വയ്ക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളെ ಹೊಣೆಗಾರಿಕೆ ಅಂದ್ರೆ നിങ്ങളെ ജവാബ്ദാരി ಅಂದ್ರೆ നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് എഴുതി ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ആക്കുന്ന ഒരു ഹദീസ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലു. നോക്കൂ, അലി ഇബ്നു അബി താലിബ് ചൊല്ലു അലാ ഉഖ്ബിറുക അന്നി
വഅൻ ഫാത്തിമത റളിയല്ലാഹു അൻഹാ നാലിതാണ് എന്റെ ബഗലും നിങ്ങകനാണ് ചൊന്തരട്ട എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ബഗലും നിങ്ങകനാണ് ചൊന്തരട്ട ആർച്ചുണ്ട് അലിറളിയല്ലാഹു എന്നിട്ട് അലിറളിയല്ലാഹു ചൊല്ലു കാനത ഇബ്നത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിട്ടിഗിർ ഫാത്തിമ റളിയല്ലാഹു ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസത്യ മോളായിട്ടിഗിർ വകാനതു മിൻ അക്രമി അഹ്ലിഹി അലൈഹി മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ കുടുംബത്തിൽ വെച്ചിട്ട് എല്ലാരക്കാട്ട യാറ തിരുസനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ റൊട്ടിയായിട്ടിഗിർ കല്ലടെ കസ്ന ചൊല്ലു റസൂൽ എന്നിട്ട് റസൂൽ എന്നിട്ട് ആ സന്ദർഭത്തിൽ അലിയല്ലാവുന്നു പിന്നെ ചൊല്ലുന്ന പലക്കെ നോക്കൂ വക്കാനത്ത് സൗജത്തി ഫാത്തിമ റളിയല്ലാഹു എന്റെ പെണ്ണയായിട്ടുണ്ട് എന്നിട്ട് അലിയല്ലാവുന്നു പിന്നെ ചൊല്ലു ഒരു പലക്കങ്ങ അത് പെണ്ണിങ്ങനെ നിങ്ങൾ ഗമന കൊടുത്തു കേൾക്കുന്നു ഫജറത്ത് ബിർറഹ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ അതാ കായണ്ടാക്കിട്ട് കല്ലിട്ട് കായറച്ചുകൊണ്ടിട്ട് ഹത്താ അസ്റ റഹാബിയദിഹ അത് കാണകൊണ്ട് ഇങ്ങനെ കൈ നൊമ്പലായിട്ട് കൈ ഇങ്ങനെ ഗായങ്ങൾ ഉണ്ടായിട്ട് വസ്കത്ത് ബിൽ ഖിർബ കൊടുപ്പണ പിടിച്ചോണ്ട് തന്നി നോക്കിട്ട് ഹത്താ യോടുത്തോറ് ചെന്നെങ്കിൽ അസ്റത്തിൽ ഖിർബതു ബിനഹ്രിഹ അത് കാണകൊണ്ട് നെഞ്ചി നൊമ്പലായിട്ട് എന്നിട്ട് വഖമ്മത്തിൽ ബൈത മാത്രമല്ല തന്റെ അവത്തെല്ലാം അടിച്ച് ക്ലീനാക്കിയിട്ട് ഹത്താ യോടുത്തോറ് ചെന്നെങ്കിൽ ഇത് ബർറത്ത് സിയാബുഹ അത് കാണകൊണ്ട് ഡ്രസ്സിനെ ധൂള് പിടിച്ചോണ്ടിട്ട് വൗഖദത്ത് തഹ്തൽ ഖദരി മാത്രമല്ല അടുപ്പുലതാ തീട്ടോണ്ടിട്ട് എന്നിട്ടതാ അടുപ്പുലതാ അരിച്ചോറ് അതിലെ കറി ചോറ് ഉണ്ടാക്കിക്കൊണ്ടിട്ട് ഹത്താ യോടുത്തോറ് ചെന്ന് ഗലിസത്ത് സിയാബുഹ തീ ഉണ്ടാക്കിയ കാണകൊണ്ട് ശരീരത്തിലിടി മദ്ദിനെ പിടിച്ചോണ്ടിട്ട് എന്നിട്ട് ചൊല്ലു ഒട്ടാരെ ഫാത്തിമ റളിയല്ലാഹു അൻഹ നന്റെ ഔത്തു ചെന്ന കഷ്ടപ്പെട്ടോണ്ടിട്ട് അല്ലാഹു എന്തൊരു ചൊല്ലേ ഫാത്തിമ റളിയല്ലാഹുവിന്റെ ബഗൽ ഒട്ടാരെ ഫാത്തിമ റളിയല്ലാഹു നന്റെ ഔത്തു ചെന്ന കഷ്ടപ്പെട്ടോണ്ടി കായർച്ചോണ്ട കാരണം കായർക്കിടെ കാരണം കൊണ്ട് കൈയിങ് നൊമ്പലായിട്ടുണ്ട് തന്നീർത്തവനെ കാരണം കൊണ്ട് നെഞ്ഞിനെ പോലെ പിടിച്ചോണ്ടിട്ട് മാത്രമല്ല അടിച്ചിട്ട് ധൂളുങ്ങായിട്ടിട്ട് ഇവിടെ ശരീരത്തിൽ അതേപോലെ അടുപ്പുകളിൽ തീ കത്തുപാട്ടുമ്പോ ഇടി മസിയായിട്ടിട്ട് ഒട്ടാരെ കഷ്ടം വന്നോട്ടി നക്ക് നോക്കുക സതിക്കുകയില്ലേ നോക്കിയിട്ട് നക്ക് സതിക്കുകയില്ല ഞാൻ ചെന്നേ فقلت لها إن تلقي إلى رسول الله صلى الله عليه وسلم ഓ ഫാത്തിമ നിങ്ങെന്താക്കും നിങ്ങളെ ബാപ്പറ മുട്ട പോണു നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ട പോണു കാരണം എന്ത് അവിടെ കുറെ സെരയാളായിട്ട് ആൾമാർ കിട്ടുന്നത് കുറെ ആൾ ജയിലിലുള്ള ആരല്ല ഈ സെരയാളായിട്ട് കിട്ടിയതായ കുറെ സേവക്കന്മാരുള്ള നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഔത്തര സ്വറാത്തുക്ക് വേണ്ടുമായിട്ട് ആരെങ്കിലും ഒരാളെ കേൾക്കും ഒരു സേവയ്ക്ക് നിങ്ങൾ കേൾക്കും അപ്പൊ നിങ്ങൾ ഈ ഡ്യൂട്ടിക്ക് എന്താവിടും ഈസിയാ കൊടുക്കും ഹെൽപ്പ് ആവുന്നു അതുകൊണ്ട് നിങ്ങൾ എന്താക്കൊരു പോറു അത് പോയിട്ട് നിങ്ങൾ എന്താക്കൊരു ഒരു സേവയ്ക്ക് നിങ്ങൾ ബാപ്പയുടെ കേൾക്കുന്നുണ്ട് എന്നിട്ടതാ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു സമാചൊന്ന് തന്റെ ബാപ്പയുടെ ഒത്തുക്ക് പോണ്ടു അവിടെ എന്താക്കൊരു കുറെ സേവകം പിന്നെ സേവക്കിമാരെ കണ്ടവിടെ കുറെ ഖാദിമമാരെ കണ്ട് എന്നിട്ട് ഒന്നും കേൾക്കാണ്ട് അഞ്ഞിട്ട് തിരിഞ്ഞു കണ്ട് ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാണ് അപ്പൊ ഇത് കേൾക്കാത്ത തിരിഞ്ഞു പറയുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വിഷയം കൊണ്ട് അവർ തന്റെ മോൾ ഔത്തുക വന്ന വിഷയം ആരായിരുന്നു മക്ക ഔത്ത് വന്നെങ്കിൽ എന്റെ അപ്പന്മാർ കുറെ ആശ്ചര്യപ്പെട്ടത് എന്ത് വന്ന എന്റെ ഒരു കാരണത്തിൽ ബന്ധരാക്കിക്കൊണ്ട് ഇതേ കാരണം പിടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മോൾ ഔത്തുക വന്ന വിഷയം കിട്ടുമ്പോ ഓടിയപ്പോ എവിടെ തന്റെ മോളിലൗത്ത് പോയിട്ട് മോലെ മുട്ട പിരിപ്പായിട്ട് വിഷയിക്കൊരു മോലെ എന്തെങ്കിലും തന്റെ ഔത്ത് വന്നു എന്തൊരു ഉദ്ദേശം വെച്ച് വന്നു അപ്പൊ എന്താക്കൊരു ഫാത്തിമ എന്താവുന്നു താൻ ഔത്തുൽ ബണ്ടതായ കഷ്ടത്തെല്ലാം തന്റെ ബാപ്പയുടെ മുതൽലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ബക്കിട്ട് ഇതെല്ലാം കേട്ടൽ പിന്നെ എന്തൊരു ചൊല്ലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നങ്ങെന്താക്കണ്ട പല ആൾമാർ ഈ വിഷയം കിട്ടലോട് കൂടി അഞ്ഞ് മർമോനുക്കും പറയൂ തുടങ്ങാറ് അതേപോലെ കാക്കമാമ്പിക്കും പറയൂ തുടങ്ങാറ് ചില ആൾമാർക്കും നീ ഇവിടെ കഷ്ടപ്പെട്ടല്ലേ നിക്കൂടെ ഞാൻ അതുക്കല്ല കിടക്കുക ബാപ്പ രണ്ടേ ദീപാ ചെന്ന് കൂട്ടിക്കൊണ്ടെന്നുള്ള റസൂൽ അങ്ങനാക്കിത്ത ആറ് റസൂൽ മനസ്സിലാക്കുന്നു ഇന്നത്തെ ഈ കാലഘട്ടം തന്നെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഈ അറബ് രാഷ്ട്രത്തിൽ പ്രധാനമന്ത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രമല്ല അള്ളാഹുടെ റസൂലും കൂടെ ആ പ്രധാനമന്ത്രിയുടെ മോലായിട്ട് ഇവർ കഷ്ടപ്പെടുന്നോട്ടുള്ളേ അതേപോലെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മോലായിട്ട് ആറ് ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ മാപ്പിളത്തിൽ കഷ്ടപ്പെടുന്നു ഈ കഷ്ടമുള്ള കേട്ടൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന പലക്കെതിരെ കൊണ്ടുണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അലാ അദുല്ലിക അലാ മാ വ ഖൈറുൽ ലക മിൻ ഖാദിം തന്റെ മോലെ ഒരു സത്യമോലെ
നോക്കൊരു കരളുടെ കഷ്ണ കൃഷി വെച്ചോണ്ടിരിക്കുക ആ മോലെ കഷ്ട ಬಂದಿದ್ರೆ ಕೇಳಿಟ್ಟು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ಪಲಕಂದ್ರೆ ಗೊಂತುಂಡ ಮೋಲೆ ನಿಕ್ಕನಾನವರು ಪಲಕಚ್ಚಿಟ್ಟು ಚೊಲ್ಲಟ ನಿಕ್ಕರು നല്ല വിഷയത്തിനാ പടിപാടി തരട്ട ആ വിഷയത്തും നിക്കൊരു സേവയ്ക്ക് നിന്റെ ഔത്തുകൾ വൈദ്യ കാട്ട് ഏറ്റവും ഹൈറായ വിഷയത്തില് ഏതത് ഇതാ അവ ഫിറാശക്കി സബ്ബിഹി സലാസം വസലാത്തീൻ നീന് കിടക്കുക ഭർത്താ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങുക നീ പോയി എന്നുണ്ടെങ്കിൽ 33 വട്ടം നീ സുബ്ഹാനല്ലാഹ് ചൊല്ലു വഹ്മദി സലാസം വസലാത്തീൻ അതേപോലെ അൽഹംദുലില്ലാഹ് 33 വട്ടം ചൊല്ലു വകബ്ബിരി 34 അതേപോലെ അല്ലാഹു അക്ബർ 34 വട്ടം ചൊല്ലു മോലെ ഇത് നിന്റെ ഡ്യൂട്ടിക്ക് നിന്റെ ഹെൽപ്പ് ആക്കി തക്ബീറിങ്ങ നീ മാപ്പിളുടെ സേവാച്ചോണ്ടിക്ക് നീ കഷ്ടപ്പെട്ടോണ്ടിക്ക് ഇതുവേ നിൽക്കുന്ന ആള് പാരത്രിക ലോകത്തിൽ വിജയ വേറെന്തില്ല മോൾക്കൊരു സ്വരത്തെ ആലാക്കി കൊടുത്തിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദലായിട്ട് ചെന്നെതിരെ ഇന്നും അനുഭവിക്കും നീ നിന്റെ മാപ്പിളുടെ സേവാച്ചോണ്ട് വരും നിന്റെ മാപ്പിളുടെ ഒത്തിരി നോക്കിയോണ്ട് വരും അങ്ങനെ മക്കളെ ബലിച്ചോണ്ട് വരും കഷ്ടമെന്ന സബറിട് പോലെ നിക്ക് കഷ്ട എരി തിൻകണ്ടെങ്കിൽ ജാവ് കിടക്കുമ്പോൾ ദിക്ർ ചൊന്നു ജന നിന്റെ എല്ലാ ഡ്യൂട്ടികൾ എന്താവടും നിക്കത് ഹെൽപ്പാക്കി കണ്ടാർന്നിക്കുന്നു നീ ഇങ്ങനെ മാപ്പിളുടെ അവത്തെ നീ എന്താക്കുന്നു നോക്കുന്നു നിന്റെ പരലോകത്തിൽ വിജയമേ ഇതായിട്ടിരിക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും ചൊല്ല ഞങ്ങളെ മക്കളെ പെൺമക്കളെ മങ്ങിലാക്കി കടത്തുമ്പോൾ ഞങ്ങളെ പെണ്ണുമക്കളെ ഞങ്ങൾ മങ്ങിലാക്കി കടത്തുമ്പോൾ ചൊല്ലനായ ഉപദേശം ഇതായിട്ടില്ല വേറെ ഏതൊന്നുമില്ല നിന്റെ മാപ്പിളകമേ നിന്റെ ജവാബ്ദാരി ഇത്രത്തോളം നിക്കൊരു ജവാബ്ദാരി ഇല്ല ഇതാ നിക്ക് മങ്ങിലായിട്ട് നിന്റെ മാപ്പിളോട്ട് പോയിട്ടുള്ള ഇനിൽപ്പിന് നിക്ക് ജവാബ്ദാരി ഉണ്ട് ഇതാ ജവാബ്ദാരി ഇതല്ല ചൊന്നു മക്കളെ ഞങ്ങളെ പെണ്ണുമക്കളെ ഞങ്ങളെ ചൊന്നു കർപ്പിച്ച് നിനക്കുണ്ടെങ്കിൽ ആ മക്കള അള്ളാഹുടെ തൃപ്തിയുടെ ഉദ്ദേശം വെച്ചിട്ട് മാപ്പിളോട്ടിൽ എത്ര കഷ്ടപ്പെട്ടെങ്കിലും ആ സ്വരാജ്യം വിളിക്കാൻ ഇന്നതാ അത് പഠിക്കാത്ത കാണുകൊണ്ടു പെണ്ണുങ്ങൾ പലതും ഉണ്ടായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഈ അവസ്ഥ വെച്ചുകൊണ്ടുള്ള മുസ്ലിം സമൂഹം അപ്പൊ അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലക്കെ ചെന്നപ്പ അവർക്കൊരു തല ബക്കി കാതു കൊടുത്തോണ്ടിരുന്നതായ ഫാത്തിമ റളിയല്ലാഹു തല വൈകി ചൊല്ലു എന്ന് ചൊല്ലു റളിതു അനില്ലാഹി വറസൂലിഹി മറത്തൈൻ ഞാൻ അള്ളാഹുടെ ബഗ്ഗിൽ തൃപ്തിപ്പെട്ടെ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഗ്ഗിൽ ഞാൻ തൃപ്തിപ്പെട്ടെ എന്നിട്ട് 2 വട്ടം ചൊല്ലു ആയിട്ട് പാപ്പ എന്തിനായി ഡ്യൂട്ടി മുതലായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ ഔട്ട് സ്വർത്തിൽ വേണ്ടി ഒരു സേവയ്ക്കുമാരെ വയ്ക്കേണ്ടതിനാണ് ഒരു സ്വർത്താൽമാരെ വയ്ക്കേണ്ട അള്ളാഹു നിങ്ങൾ തന്നെ ജവാബ്ദാരി ചെന്നിട്ടു നിങ്ങളെ മാപ്പിളുടെ ഔട്ട് സമ്പൂർണ്ണ സംരക്ഷണം ഏറ്റെടുത്തുള്ളൂ തൃപ്തിയിലും നിങ്ങൾ ആസുരെടുക്കുള്ളൂ നിങ്ങളെ മാപ്പിളുടെമാരെ ഗുലാമല്ല ബദലായിട്ട് അള്ളാഹു തന്നെ നിങ്ങൾക്കത് ಹೊಣೆಗಾರಿಕೆಂಗದು ಜವಾಬ್ದಾರಿಕೆಂಗದು ಇದು ಪೂರ್ತಿಯಾಗಿ ಬೇರೆಂದೂ ಹಾಕಂಡ നിങ്ങൾക്ക് ಬೇರೆಂದೂ ಅಲ್ಲಾಹು ಡ್ಯೂಟಿ ತಂದಿಟ್ಟೇನೆ ಇಲ್ಲ ഒരു ഡ്യൂട്ടി നിങ്ങൾക്ക് തന്നില്ല ഇത്തരം രീതിയിൽ ആക്കണ ಹೆಸರ ಅವತ್ತೊಳಗೆ ದೈಕರು ಅಲ್ಲಾಹೊಟ್ಟಿಗೆ ನೀವು ಎಂದಾಕರು ತೃಪ್ತಿರ ನೀಡರು ಅವನೊಟ್ಟಿಗೆ ಸಬುರ ನೀವು ಕೇಕರು ನಿಷ್ಕರಿಕರು ನಿಸ್ಕಾರത്തോടു കൂടി സബുര നിങ്ങൾ എന്താക്കರು പാലനാക്കರು അള്ളാഹുടെ സഹായം നിങ്ങളുടെ മേൽ ബന്ധോണ്ടിക്കರು എന്നിട്ട് അള്ളാഹുടെ തൃപ്തി നിങ്ങളുടെ മേൽ മുട്ട പരലോകത്തിൽ നിങ്ങായിട്ടിരിക്കാറ് അവരുടെ ആ സൗന്ദര്യ റാണിമാർ സ്വർഗത്തെ ഹൂറുൽ ഈൻ നിങ്ങായി തീരുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഉമ്മമാരും പെണ്ണന്മാരും പെണ്ണായിമാരും ആക്കി തീർക്കട്ടെ ആമീൻ ഇതിനോട് ഹദീസ് നിങ്ങൾ നോക്കുന്നു റിപ്പോർട്ട് ആക്കുന്ന ഒരു ഹദീസ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ ചൊല്ലു ഈ ഹദീസ് നിങ്ങൾ കേൾക്കുന്നു പെണ്ണിങ്ങ അങ്ങനെ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ ചൊല്ലു പലക്കായിട്ട് ഇങ്ങനെ ലമ്മ ഉസീബ ജഅഫർ വ അസ്ഹാബുഹു ദഖല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസീബ ജഅഫർ വ അസ്ഹാബുഹു ജഅഫർ റളിയല്ലാഹു അൻഹു അയാളുടെ ചങ്ങായിമാർ യുദ്ധരണത്തിൽ ഉണ്ടായിട്ട് ഷഹീദായി ആറ് ജഅഫർ റളിയല്ലാഹു അൻഹു അസ്മാ റളിയല്ലാഹു അൻഹയുടെ മാപ്പിള അസ്മാ റളിയല്ലാഹുവിന്റെ മാപ്പിളയായി ജഅഫർ റളിയല്ലാഹു യുദ്ധത്തിൽ രണരംഗത്തിൽ ഷഹീദായപ്പ ദഖല അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലയ്യ നന്റെ മുട്ട നന്റെ ഔത്തുകു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിയിട്ട് ಬಂದು ಈ ಸುದ್ದಿ റസൂലുവും കിട്ടി എന്നിട്ട് വഖദ ദബത്തു 40 ഇഹാബ അവിടെ ചൊല്ല അസ്മാ റളിയല്ലാഹു ನಾನು 40 തോലുകളെ എന്താക്കി ഹദാക്കി ക്ലീനാക്കി വെച്ചിന്നെ വാജന്തു അജീബി അതേപോലെ കായർച്ചിട്ട് പിട്ട് റെഡിയാക്കി വെച്ചിന്നെ വഗസ്സൽതു ബനിയ വ അനന്തും വ നസ്സബ്തുഹും മാത്രമല്ല ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്ക അല്ലെ നന്റെ മക്കളെ ഞാൻ എന്താക്കിയ അങ്ങനെ എന്താക്കി കുളിപ്പാട്ടിയ അങ്ങ് തലയ്ക്ക് എണ്ണയിട്ട അങ്ങനെ ഡ്രസ് ഇട്ടിട്ട് സുഗന്ധ ഇട്ടിട്ട് ഞങ്ങളെ ക്ലീനാക്കി വെച്ച് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പനന്റെ വന്നതായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിച്ചു തീനി ബി ബനി ജാഫർ നന്റെ മുട്ട ജാഫറിന്റെ മക്കളെ കൂട്ടി പറഞ്ഞു ഫാതയിതു ബിഹിം അപ്പ ഞാൻ എന്താക്കിയ മക്കളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടാക്കിയ ഫശമ്മഹും ഫദമഅത ഐനാഹു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ അർജി പിടിച്ചിട്ട് പുൽപുട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണുമ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ കേൾക്കരുത് ഫഖുൽതു യാ റസൂലല്ലാഹ് ബി അബി അൻത വ ഉമ്മി നബിയേ എന്റെ ഉമ്മ ബാപ്പ നിങ്ങൾക്ക് ഞാൻ സമർപ്പിതനാക്കറേൻ മായു നോക്കി എന്തിക്ക് നിങ്ങൾ പുൽപുട്ടോണ്ടേ അപ്പൊ ചൊല്ലു അബലഗതി അൻ ജഅഫർ വ അസ്ഹാബിഹി നിക്ക് വിഷയം കിട്ടിത്താ ജാഫറും മയിലെ ചങ്ങായിമാരെ വിഷയം അപ്പൊ എന്റെ അസ്മാ റളിയല്ലാഹു അൻഹ ചൊല്ലു നാം അതെ ഉസീബു ഹാദൽ യൗം
തീനാലായി ഷഹീദായത് മാപ്പിളെ മറിച്ച് വിജയിക്കിട്ടെങ്കിൽ ഇന്നത്തെ പെണ്ണിങ് എന്താ കിടച്ചല്ലോ എല്ലാം വിട്ടുവിട്ടാണ് ബൊപ്പ ഇട്ടോണ്ടും അട്ടഹാസിച്ചോണ്ടും തലവിരിക്കലിട്ടോണ്ടും ദുനിയാവേ എന്നെ നന്ദായിട്ട് ലോസ് ആയിട്ട് ഇതിന് കാറില്ല ചെന്നിട്ടു ഇടീ ഉറമേ റമ്പാക്കാൻ അതിന്റെ ഹസ്ബൻഡിന് അവന് മാപ്പിളെ മറിച്ച് കിട്ടിട്ടും തന്റെ ഹക്കെന്തരുണ്ടു അത് പൂർത്തിയാക്കി എന്തേ നാപ്പവും ഈ തോൽ ക്ലീനാക്കി വെച്ചിട്ട് അവെല്ലാം അടിച്ച് ക്ലീനാക്കി വെച്ചിട്ട് പിട്ട് റെഡിയാക്കി വെച്ചിട്ട് മക്കളെ രണ്ട് കുതിപ്പാടിട്ട് എണ്ണ വീട്ട് ഡ്രസ്സിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അതിന്റെ ഹൊനകാരിക്കും ആ ടൈമിൽ കൂടെ ഞാൻ മറന്നിട്ടില്ല ഇന്നത്തെ പെണ്ണിങ്ങിനെ പോലെ അന്ന് ആക്കിയിട്ടില്ല ആ സഹാബി പെണ്ണിങ്ങ മനസ്സിലാക്കും സഹാബിമാരായോ ആ സഹാബി പെണ്ണിങ്ങിലെ ചരിത്രങ്ങൾ പലതും നമുക്ക് നിങ്ങൾക്ക് ചൊല്ലുകൊണ്ട് ഇൻഷാല്ല സമയം സന്ദർഭത്തിൽ എങ്ങനെ ജീവിക്കുന്നതാണ് ആ ജീവനം നിങ്ങളുടെ കയ്യിലുണ്ട പെണ്ണിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും ആ രൂപത്തിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളേ അത് മനസ്സിലാക്കും അള്ളാഹു ദൈവത്തിന്റെ ಹೊಣೆಗಾರಿಕೆಗ നിങ്ങൾ തൃപ്തിയോടുകൂടി നിങ്ങൾക്ക് നിങ്ങൾ റബ്ബ് തന്നെ ಹೊಣೆಗಾರಿಕೆ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ ഔത്തുക വെച്ചിട്ട് മനസ്സിലാക്കുന്നു കഷ്ടം ചെയ്ത് കുറെ പെണ്ണിങ്ങ ചൊല്ലുകൊണ്ട് ഇന്നത്തെ ഈ കാലത്തിൽ ഒരു പെണ്ണിങ്ങൾക്ക് ഒരു കഷ്ടമില്ല പണ്ട് ഫാത്തിമരെല്ലാവരും ബംഗ വന്നിത്ര ബംഗ ഒരു പെണ്ണിങ്ങോ ഞങ്ങൾ കാണുക സാധ്യല്ല ഇല്ലേ അയിമ കായർച്ച് കാണു കൊണ്ടിട്ട് കൈ നമ്പളുണ്ട് ഇന്ന് ഏത് പെണ്ണിങ്ങ കായർക്ക് കിട്ടും ഒരു സ്വിച്ച് വെക്കിയമേ ഞങ്ങളെ മാപ്പിളമാരെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഒരു സ്വിച്ചിലുണ്ട് എല്ലാം സറ അങ്ങനെ തീ കത്തുപാടിട്ട് അങ്ങനെ ശരീരം മത്തി പിടിക്കുമ്പോഴത്തെ ഒരു അവസ്ഥയില്ല മാപ്പിളമാരെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടാണ് ഒരു സ്വിച്ചിലുമായി ഒരു ഒത്തൽമായി എല്ലാം കത്ത് ഒരേ ഒരു സ്വിച്ചിൽ എല്ലാം നടക്കരുത് തന്നെ കുംഭരോഗങ്ങൾ കഷ്ടപ്പെടണ്ടില്ല കുഴപ്പണ പിടിക്കൊണ്ടില്ല മക്കളെ തെല്ല് ജാഗ്രത ആക്കണം ചെന്നിട്ടില്ല പെണ്ണുങ്ങളൊക്കെ അപ്പൊ ഊരെ നോക്കുമ്പോൾ എതിരെച്ചെങ്കിൽ ഇസ്ഹാഖ് അസ്മാവില്ലാവുന്ന ചൊല്ലിದ್ರೆ എന്റെ മാപ്പിള പറിച്ചിട്ടുണ്ട് എന്റെ തന്നാൽ എന്നിട്ടും എന്താക്കില്ലേ അയിമയുടെ ഹക്ക് അയിമയുടെ എന്തൊരു ಹೊಣೆಗಾರಿಕೆ ഉണ്ട് അമ്മയുടെ എന്തൊരു ജവാബ്ദാരി ഉണ്ട് അതിനെ മറന്നിട്ടില്ല അത് പൂർത്തിയാക്കി അതായിട്ട് പെണ്ണിങ്ങ നിങ്ങൾ മനസ്സിലാക്കൂല നിങ്ങളെ ഹക്കും നിങ്ങളെ ಹೊಣೆಗಾರಿಕೆ ജവാബ്ദാരിക്ക് എന്തില്ല ആക്കി പൂർത്തിയാക്കുന്നു എന്നിങ്ങനെ നോക്കൂ നിങ്ങൾക്കുള്ള ഡ്യൂട്ടി എന്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിക്കുണ്ട് നിങ്ങൾക്കുള്ള ಹೊಣೆಗಾರಿಕೆ വെറും 4 ആണുങ്ങളെ പോലെ ശബ്ദത്തിൽ 4 ഡ്യൂട്ടി നിങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ നിങ്ങൾ സ്വർഗ്ഗ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ ഏതെങ്കിലും ഒരു പെണ്ണ് മുഅ്മിനത്തായ ഒരു പെണ്ണ് അവൾ 5 വക്ത നിസ്കാര സമയത്ത് ശരിയായിട്ട് അവൾ നിസ്കരിക്കാതെ കണ്ടെങ്കിൽ വസ്വാമത്ത് ഷഹറഹ അതേപോലെ റമളാൻ ദിനങ്ങൾ വന്നേൻ കണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവൾ അത് നോമ്പ് പിടിക്കാതെ കണ്ടെങ്കിൽ വഹഫിറത്ത് ഫർജഹ അവൾ ഇജ്ജത്തും അവളെ മാനത്തും അവൾ സംരക്ഷിക്കാതെ കണ്ടെങ്കിൽ വഅതാഅത്ത് ബഅലഹ അവളെ മാപ്പിളയുടെ അവൾ അനുസരിക്കാതെ കണ്ടെങ്കിൽ ദഖലതു മിൻ അയ്യി അബ്വാബിൽ ജന്നതി ഷാഅത് അവൾ ഇഷ്ടമുള്ളതായ ആ ബായിലെ മുഖാന്തരം അവൾക്ക് സ്വർഗത്തുക്ക് അവൾക്ക് പ്രവേശിച്ചാൽ അവൾക്ക് പോയാടാവും പ്രവേശിച്ചാൽ സ്വർഗത്തുക്ക് അവൾക്ക് ഇഷ്ടം ഇന്ന ബായിൽ 8 ബായലെ 8 ബായൽ അവൾക്ക് ഏത് ഇഷ്ടമുണ്ടോ ആ ബായൽ അവൾ മുഖാന്തരം അവൾക്ക് പ്രവേശിക്കാം എത്രാജ്യമായി 5 വക്ത നിസ്കാര സമയത്തേക്ക് ശരിയായിട്ട് നിസ്കരിക്കുന്നു എപ്പല്ല ഏതേത് ടൈമിലല്ല ഏതേത് ടൈമിൽ നിസ്കരിച്ചിരിക്കേണ്ട അള്ളാഹു ആ നിസ്കാരം വേണം ഇപ്പൊ നിങ്ങൾ നോക്കൂ നിങ്ങളെ മാപ്പിളമാർക്ക് കറക്റ്റ് ടൈമിൽ നിങ്ങൾ ചോറ് കൊടുത്തില്ല പിണങ്ങി കൊണ്ടിറങ്ങാം പുറത്തു പോയി ഉണ്ടാറ് സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശരിയായ ടൈമിൽ നിങ്ങൾ നിസ്കരിക്കേണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ നോമ്പ് പിടിക്കേണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇജ്ജത്തിനെ നിങ്ങൾ സംരക്ഷണാക്കാറുണ്ടെങ്കിൽ നിങ്ങളുടെ മാപ്പിളുടെ സമ്പൂർണ്ണ നിങ്ങൾ അനുസരിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോയിട്ടായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ആ രംഗം ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു മുഅ്മിനത്തായ ഒരു പെണ്ണ് തന്റെ മാപ്പിളുടെ പൊരുത്തത്തോടുകൂടി ഭർച്ചാലും കണ്ടവർക്ക് സ്വർഗം അതുകൊണ്ട് നിങ്ങൾ മാപ്പിളുടെ തൃപ്തി നിങ്ങൾ നേടുക നോക്കണം മാപ്പിളത്തെ വേറെ ഒരു ഡ്യൂട്ടി നിങ്ങളെ മേലില്ല ഈ 4 ജവാബ്ദാരി നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ സ്വർഗം നിങ്ങൾക്ക് ഉറപ്പ് സ്വർഗം ഉറപ്പ് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി ഇസ്ലാമിന്റെ ഇപ്പൊ നോക്കുന്ന പെണ്ണിങ്ങളെ ഈ ഔത്തെ പറത്ത് വന്നിട്ട് എന്തെല്ലാം ആചാരങ്ങൾ കാട്ടിട്ടുള്ള എന്തെല്ലാം ഹറാമായ സ്വറത്തുള്ള രാജകീയ രംഗത്തിൽ പ്രവേശിച്ചതാണ് പെണ്ണിങ്ങൾ ഇസ്ലാം നിങ്ങൾക്ക് ഹറാമാക്കി അങ്ങനത്തെ ഒരു നിയമം ഇസ്ലാം അങ്ങ് ചെന്നിട്ടേ ഇല്ല പറത്ത് അങ്ങ് ഒരു ഡ്യൂട്ടി ഇല്ല എല്ലാം മുൽക ഇത് നിങ്ങൾ നോക്കൂ ഇതിനൊരു ഹദീസ് അലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്നതായ ഒരു ഹദീസ് ആയിട്ട് അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലി ജാഅത്തിൽ മർഅതു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടബണ്ട് ആ പെണ്ണാർക്കുന്ന എല്ലാ പെണ്ണിങ്ങ ഒട്ടിಗೆ ಸೇರಿட்டு അയ്മയുടെ പ്രതിനിധിയായിട്ട് റസൂലിനെ മുട്ട കടച്ചു എല്ലാവരും പെണ്ണിങ് എല്ലാ സഹാബി പെണ്ണിങ് ഒട്ടിയായിട്ട് ആ പെണ്ണിങ്ങളെ കടച്ചു എന്നിട്ട് ഫഖാല അയ്മ ചൊല്ലു യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓ അല്ലാഹുവിന്റെ റസൂലേ ഇന്നി വാഫിദത്തുൻ നിസാഇ ഇലൈക് ഞാനിതാ പെണ്ണിങ്ങളെ സൈഡിൽ നിന്നിട്ട് അങ്ങനെ പ്രതിനിധിയായിട്ട് ഞാൻ നിങ്ങളെ മുട്ട വന്നരാ
അള്ളാഹും ആണികളും റബ്ബായിട്ടിരിക്കണം, അതേപോലെ പെണ്ണുങ്ങളും റബ്ബായിട്ടിരിക്കണം. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആണിനും പെണ്ണുങ്ങൾക്കും റസൂലായിട്ട് കിടത്തിരല്ലേ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ. എന്നിട്ട് ആ പെണ്ണുങ്ങളോട് ഹാദൽ ജിഹാദു കതബല്ലാഹു അലർ റിജാൽ, ജിഹാദ് ചൊല്ലതായ അത്യുന്നതമായ ഈ ഒരു അമലുണ്ടല്ലേ, ആണികളെ മേൽ അള്ളാഹു എന്താക്കിയ ഫർളാക്കിയ. വഇൻ ഉസീബ ഉജിറു, എന്നിട്ട് അങ്ങ് ജിഹാദാക്കുമ്പോ ಅದಕ್ಕೆ ತಕ್ಕದಾಯ ಪ್ರತಿಫಲങ്ങൾ കിട്ടു. വഇൻ ഖുതിലു, എന്നതിലങ്ങ് ഷഹീദായിട്ടുണ്ടെങ്കിൽ കാനു അഹ്യാഅൻ ഇൻദ റബ്ബിഹിം യർസുഖൂൻ, അങ്ങല റബ്ബുൽ എന്താ റബ്ബുടെ സൈഡിൽ നിന്നിട്ട് അങ്ങ് റിസ്ക് എടുത്തുകൊണ്ടിരിക്കാറ്, പ്രതിഫലത്തെ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാറ്, എത്ര പേര് കൂലി ഞാൻ ഇരിക്കൊണ്ടിരിക്കരുത്. ഇതൊന്നും നമുക്കില്ലല്ലേ, പുറത്തുപോയി ജിഹാദാക്കൂ നമുക്കില്ലല്ലേ. വനഹ്നു മഅശറ നിസാ, ഞങ്ങൾ പെണ്ണിങ്ങല്ലേ നബിയെ, നഖൂമു അലൈഹിം ഫമാ ലനാ മിൻ സാലിക്, ഞങ്ങൾ മകളെ വെച്ചിട്ട് ഞങ്ങളെ മക്കളെ നോക്കണ, ഞങ്ങളെ അകത്ത് കാക്കണ, ഞങ്ങളെ എന്തൊരു ഡ്യൂട്ടി ഉണ്ടാ ആ ഔത്തുള്ളത് വെച്ച് ഞങ്ങളെല്ലാം പൂർത്തിയാക്കണ, ഞങ്ങൾ എന്തുണ്ട് അങ്ങനത്തെ കൂലി ഞങ്ങൾക്കില്ലേ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചുള്ളൂ, അതെ നിങ്ങൾക്ക് കൂലുണ്ടു. തഅതു അസ്വാദിഹിന്ന വൽ മഅരിഫതു ബിഹുഖൂഖിഹിന്ന വഖലീലുൻ മിൻകുന്ന മൻ യഫഅലു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിട്ടുണ്ട് അവിടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നെങ്കിൽ മാപ്പിള നിങ്ങൾ അനുസരിക്കൂ, മാപ്പിള നിങ്ങൾ സേവാക്കിക്കൊണ്ടിരിക്കൂ, അങ്ങനെ അകത്തും നിങ്ങളെ മക്കളെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കൂ, മാത്രമല്ല നിങ്ങളെ ഹക്കുകളെ നിങ്ങൾ പാലനാക്കൂ. വഖലീലുൻ മിൻകുന്ന മൻ യഫഅലു, നിങ്ങൾ അങ്ങനെ ആക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് അതേ ജിഹാദിന് കൂടി കിട്ടും. അവിടെ അങ്ങ് യുദ്ധത്തിൽ പോയിട്ട് പടയങ്കിയാക്കിയിട്ട് ശത്രുമാരെ നേരിട്ട് എന്തെല്ലാം ഗായങ്ങൾ എടുത്തുള്ളാറാ അല്ല ആറെല്ല ഷഹീദാവിടാറാ, അതേ കൂടി നിങ്ങൾ കിട്ടു. നിങ്ങൾ ഔത്തും ഈ സ്വരം എടുത്തുകൊണ്ടിരുന്നു, അത്ര കൂടി നിൽക്കുന്നു. മാത്രമാ പിന്നെ റസൂൽ വെച്ചോടെ കളീനും നിൽക്കുന്ന മയ്യു, നിങ്ങളിൽ കൊറോടി ഇങ്ങനത്തെ സ്വരം എടുക്കുന്ന കാശപ്പെട്ടു. റസൂൽ സാഹിബ് നിങ്ങളുടെ നിങ്ങളെ മാത്രം അനുസരിക്കുന്ന ചെന്ന കൊറടിയാക്കിക്കാറുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കൂലേ, നിങ്ങളുടെ ഡ്യൂട്ടി ഇത്, അള്ളാഹു തന്നെ ജവാബ്ദാരി പൂർത്തിയാ പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ജിഹാദിനെ കൂലി കിട്ടും. മാത്രമല്ല എന്നോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ചെന്നു പരിപൂർണമായ ഹജ്ജേ പെണ്ണുങ്ങളെ ജിഹാദായിട്ട് വിളിച്ചെന്ന് റസൂൽ. കാരണം നിങ്ങൾ ആണുങ്ങളെ പോയിട്ട് താക്കത്തെത്ത് നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാമർത്ഥ്യത്തെ അനുസാരമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് ഡ്യൂട്ടി തന്നറ, ആ ഡ്യൂട്ടി ഇത് ഈ 4 ഡ്യൂട്ടി ആയിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗം ഉറപ്പും. ആണുങ്ങളെ പോലെ കഷ്ടപ്പെടേണ്ടിയില്ല. ആണുങ്ങൾ എത്ര ഡ്യൂട്ടിങ്ങോ എത്ര ಹೊಣೆಗಾರಿಕೆ കൊണ്ടു, അതുകൊണ്ട് പ്രതി സ്പീച്ചിലും അങ്ങനെ ബഗ്ഗിലെ യാറ ചൊല്ലു, ಪ್ರತಿ ಸ್ಪೀಚರು ಪ್ರತಿ ಪ್ರಭಾಸಗಳು ಆಣಿಗಾಯ್ತಿದ್ರೆ ಯಾರ ಇಂಥದಾಯ ഒരു ക്ലാസ് ബേക്കില്ല. കാരണം എൻ്റെ അങ്ങ് ചുമ ಹೊಣೆಗಾರಿಕೆ കൊണ്ട് നിങ്ങളെ പോലല്ല 4 ಹೊಣೆಗಾರಿಕೆ അല്ലത് എന്നോ എത്രമാ ധാരാളമായിട്ടുണ്ട്. അള്ളാഹു കുറേ കൊടുത്തണം. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണു, ഈ ഡ്യൂട്ടി നിങ്ങൾ ആക്കിണ്ടായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ചൊല്ലിದ್ರೆ വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ എന്താക്കറു നിങ്ങൾ ഔത്തുൽഗമേ നിങ്ങൾ ദീക്കറു വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, ഇതാക്കട്ടെ ജഹാലത്തരവ് ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ പ്രദർശനാക്കി നടന്നെന്നാണ്. അങ്ങനെ നടക്കണ്ട, നിങ്ങൾ ഔത്ര പർത്തിന് ഞങ്ങൾ നടക്കണ്ട. വാഖിന്ന സലാത്ത, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തറു. വാതീന സകാത്ത, നിങ്ങൾ സകാത്ത് കൊടുക്കറു. വാതീന അല്ലാഹ വറസൂല, അല്ലാഹുവിന്റെ റസൂൽ അനുസരിച്ചുകൊണ്ടിരിക്കറു. തൗഹീദായിട്ട് നിങ്ങൾ അല്ലാഹു റസൂൽ അനുസരിച്ചുകൊണ്ടിരിക്കറു. നിങ്ങൾ ഔത്ര വെച്ചിട്ട് ഈ സ്വരം എടുത്തോണ്ടിരിക്കറു. നിങ്ങളുടെ ഡ്യൂട്ടി എത്ര. അതുകൊണ്ട് ഇസ്ലാമിലും നിങ്ങൾക്ക് ഒരു ഡ്യൂട്ടി അവസരപ്പാർക്ക് തമ്മിൽ തന്നെ ഇല്ല. എന്ന് നോക്കൂ, ഉറുദൂർ ചെന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, നിങ്ങൾ ആദ്യം എന്നൊരു വലിയ ജവാബ്ദാരി എന്തൊരു 5 വക്ത് നിസ്കാര ഇമാം ജമാഅത്തായിട്ട് പള്ളിയിലേ വന്ന് നിസ്കരിക്കും. പെണ്ണുങ്ങൾ കൊണ്ടാ പെണ്ണുങ്ങൾക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ, നിങ്ങൾ എന്താക്കണ്ട, പെണ്ണുങ്ങളെ അള്ളാഹുടെ പള്ളിക്ക് പണ്ടത്തിൽ തടയണ്ട. എന്നിട്ട് അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ലാ തംനഉ നിസാഅ അൻ യഖ്റുജന ഇലൽ മസാജിദ്, പള്ളിക്ക് ഭർത്താവുടേതായ പെണ്ണോട് നിങ്ങൾ നിസ്കരിക്കൂ, തടഞ്ഞിരണ്ട. എന്നിട്ട് റസൂൽ ചൊല്ലുന്നത് വബുയൂതുഹുന്ന ഖൈറുൽ ലഹുൻ, പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും ഖൈർ നിങ്ങൾ ഔത്തുള്ള വെച്ച് നിസ്കരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഖൈർ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിയും കൂടാ നിങ്ങൾ ഔത്തുള്ള വെച്ച് നിസ്കരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഖൈർ. നിങ്ങൾക്ക് ഇമാം ജമാഅത്തായിട്ട് പള്ളിയിലേ വന്ന് നിസ്കരിക്കൊണ്ടെത്തും നിങ്ങളെ മേലൊന്നും പറഞ്ഞില്ല. അത് ആണുങ്ങളെ മേൽ മാത്രം, ആണുങ്ങളെ ജവാബ്ദാരി അത്, ആണുങ്ങളെ മേലുള്ള ಹೊಣೆಗಾರಿಕೆ അത്. അങ്ങ് 5 വക്ത് നിസ്കാരം ഇമാം ജമാഅത്തായിട്ടേ നിസ്കരിക്കും. അങ്ങ് 5 വക്ത് നിസ്കാരം ഇമാം ജമാഅത്തായിട്ട് പള്ളിയിൽ വന്നിട്ടേ തീരും. അങ്ങനെ മേൽ പറഞ്ഞത് നിങ്ങളുടെ മേൽ അങ്ങനത്തെ ഫർള് അല്ലാഹു തന്നിട്ടില്ല. എന്തേ നിങ്ങൾക്കില്ല, നിങ്ങൾ ഔത്തുൾക്കമേ നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നതിരെ പള്ളിക്ക് പണ്ടത് തടയണ്ടാണ്. റസൂലിനെ കൊതിയെന്തരെ ഔത്തുൾക്ക് ദയിക്കറു. എന്നിട്ടും റസൂലിന് പള്ളിയെ പണ്ടത് നിങ്ങൾ എന്ത് തടഞ്ഞിട്ടില്ല, അള്ളാഹു തടഞ്ഞിട്ടില്ല. അള്ളാഹു തടയാത്ത കാണുകൊണ്ടിട്ട് റസൂൽ ചെന്നിട്ടില്ല. എന്തരെ പള്ളിക്ക് വരണ്ടാണ്ട് റസൂൽ ചെന്നെന്തരെ പെണ്ണിങ്ങ പള്ളിക്ക് പണ്ടത് ഓ പുരുഷന്മാരെ നിങ്ങൾ തടയണ്ട, പെണ്ണിങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും ഖൈർ ഔത്തുൾക്കായിട്ടിരിക്കരുത്.
ആർക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര സാധ്യത അത്ര നിങ്ങൾ എന്താക്കുന്നു, നിങ്ങൾ ഔത്തുള്ള വെച്ചിട്ട് നിങ്ങളുടെ ഹണകാരിക്കുക നിങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും. റബ്ബിയുടെ തൃപ്തി നേടണു, നിങ്ങളെ മാപ്പിയുടെ തൃപ്തി നിങ്ങൾ എന്താക്കും, നിങ്ങളെ കയ്യിലല്ലോ എല്ലാം നിങ്ങളെ കയ്യിൽ നിങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഉമ്മമാരും അതേപോലെ ഞങ്ങളെ പെണ്ണന്മാരും ഞങ്ങളെ പെഞ്ഞായന്മാരും ഈ ഒരു രൂപത്തിൽ അള്ളാഹു ആക്കി തീർക്കട്ടെ. ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നൊരു വിഷയം മനസ്സിലാക്കുന്നു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മടിയിലായിട്ട് നിങ്ങളെ മാപ്പിളന്മാർക്ക് ശാന്തിയും സമാധാനം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. എങ്ങനെ ചൊല്ലാ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. അല്ലാഹു ലിതസ്കുനു ഇലൈഹാ ചൊല്ലുന്നു. നിങ്ങളെ മടിയിലായിട്ട് നിങ്ങളെ മാപ്പിളക്കും ശാന്തിയും സമാധാനം കിട്ടും. അതാ കഷ്ടപ്പെട്ടിട്ടായിട്ട് നിങ്ങൾക്ക് പേരുമായിട്ട് നയിക്കുന്നത്. ഒരു സുബയങ്ങ ഒത്തിരി പറത്തിയിട ഒരു മൂന്നിക്ക് നീല മുട്ട ബണ്ട അപ്പ നിങ്ങൾക്ക് പേരിട്ട് ഒത്തിരി പേരുമായിട്ട് നിങ്ങൾ എത്ര നയിക്കണെങ്കിൽ ആലോചന ഒരു തിണ്ടവും കുടികവും അങ്ങനെ ഡ്രസ്സിൽ എത്ര പേനാവും. അതൊന്നും കയറാക്കാണ്ട് അങ്ങനെ ബഗ്ഗിൽ ഒരു ചെറിയൊരു ബിയറെ പേരിക്കാണ്ട് അങ്ങനെ നിങ്ങൾക്ക് പെയിനാക്കി നിങ്ങളെ മക്കൾക്ക് പെയിനുമായിട്ട് ഒരു സുബയിൽ ഒരു മോദിത്തോളം നയിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നയിച്ചിട്ട് നിങ്ങളെ മുട്ട പറയുമ്പോൾ നിങ്ങൾ എന്താ പറയും? പുഞ്ചിരിയോട് കൂടി അങ്ങനെ നിങ്ങൾ സ്വീകരിക്കുന്നു, സമാധാനത്തോടു കൂടി അങ്ങനെ സ്വീകരിക്കുന്നു. മാത്രമല്ല അങ്ങക്ക് ശാന്തിയും സമാധാനം ഉണ്ടാവുന്നതായ പലക്കെ ഞങ്ങളെ മുട്ടപ്പിക്കറും. അത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലാ നിങ്ങളെ മടിയിലായിട്ട് നിങ്ങൾ സമാധാനം കിട്ടരുത്. അതുകൊണ്ട് അങ്ങക്ക് പേരുമായിട്ട് നിങ്ങൾ തയ്യാറാണ്. പല പെണ്ണിങ് ഉണ്ടാക്കിയിട്ടുള്ള അർച്ചുണ്ടെങ്കിൽ പെണ്ണിങ് തയ്യാറാവുടനെ പറത്തിരിയുമ്പോൾ മാത്രം യഥാർത്ഥങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമായിട്ട് അള്ളാഹു വിരോധിച്ച കാര്യമായിട്ട് അങ്ങ് സൗന്ദര്യമാവണായോ അങ്ങ് ചന്താവണായോ മാപ്പിളക്ക് പേരുമായ മാപ്പിളക്ക് പേരെ നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കണുണ്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അതിൻ്റെ പെണ്ണിങ്ങമാ ഔത്തെ പുറത്താ പോകുന്ന സൗന്ദര്യത്തിൽ ചന്താവും. നിങ്ങളുടെ മാപ്പിൾ നിങ്ങൾ ഒത്തു ബന്ധാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗന്ദര്യമായിട്ട് നിങ്ങൾ അങ്ങനെ പേരുമായിട്ട് നിങ്ങൾ തയ്യാറാവാറുണ്ട്. അതുകൊണ്ടല്ലേ അത് അള്ളാഹുടെ ദൃഷ്ടാന്തം അള്ളാഹു ചൊല്ലു. ആയാതിഹി അവന്റെ ആയാത്തായിട്ട് അവന്റെ ദൃഷ്ടാന്തമായിട്ട് നിങ്ങളെ എന്താ നിങ്ങളുടെ സൈഡിൽ നിങ്ങളെ മുഖാന്തരം നിങ്ങൾക്ക് ശാന്തി സമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം? നിങ്ങളെ മാപ്പിൾ നിങ്ങൾ ബന്ധിട്ടുണ്ടെങ്കിൽ അതിക്ക് ബന്ധമായിട്ട് നിങ്ങൾ എന്താക്കണം? തയ്യാറാവുന്നതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലും നിങ്ങൾ പഠിപ്പായിട്ടുണ്ട്. പിന്നെ ഇതൊരു വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഒരു ആണായിരുന്നു വലിയൊരു സൗഭാഗ്യത്തെ ಬಗ್ಗೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു എതിരുകൊണ്ടില്ല. ഈ ദുനിയാവിൽ ഒരു ആണായിരുന്നു വലിയൊരു സൗഭാഗ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു 3 സൗഭാഗ്യം. അതിൽ ഒന്നാമത്തെ റസൂൽ കണക്കാക്കിയതേ ഉത്തമ നല്ല സ്വഭാവമുള്ളതായ ഒരു പെണ്ണായി മനസ്സിലാക്കുന്നു. ഒന്നാമത്തെ ലീസ്റ്റ് അള്ളാഹു നിങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേരെടുത്തു. പെണ്ണിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആണായതു 3 സൗഭാഗ്യമുണ്ട്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ അവർക്ക് എല്ലാം കിട്ടിയ പോലെ എല്ലാം കിട്ടിയിട്ടുള്ളൂ, ഒന്ന് വേറെ എന്ത് വേനൊട്ടില്ല. അതിൽ ഒന്നാമത്തെ റസൂൽ കണക്കാക്കിയതേ നല്ല സ്വഭാവത്തെ പെണ്ണ്, നല്ല സ്വഭാവത്തെ പെണ്ണായി. ഈ നല്ല സ്വഭാവത്തെ പെണ്ണായിട്ട് നിങ്ങൾ മാർക്കണം. നിങ്ങളെ ഒറ്റ നിങ്ങളെ മാപ്പിലേക്ക് മാറണം. അത് അങ്ങനെ വലിയ നിയമത്തായിട്ട് പല എത്ര ആണിങ്ങ ഔത്ത് പോണ് കേൾക്കില്ലേ അങ്ങനെ പെഞ്ഞായിട്ട് വേണ്ടാത്ത സ്വഭാവത്തെ കാണപ്പെട്ട് പല ആൾമാരും അങ്ങനെ ഔത്ത് ഉള്ളിൽ പോണ്ടി ചൊല്ലുമ്പോൾ പേടിക്കണം. അങ്ങനെ പെഞ്ഞായിമാരുടെ ആ ഒരു ഇതിനെ കാണപ്പെടും, അങ്ങനെ സ്വഭാവത്തെ കാണപ്പെടും. അതുകൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ എന്താക്കണം? നല്ല സ്വഭാവത്തെ കാട്ടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു നല്ല സ്വഭാവത്തെ പെണ്ണുങ്ങളെ പെഞ്ഞായിമാരുടെ സ്വഭാവ ഗുണത്തെ നാം നിങ്ങൾ ചെന്തരട്ട എങ്ങനത് അയ്യോ നിസായിന് ഖൈർ സ്വഹാബക്കമാർ വന്ന് കേൾക്കാറ് നല്ല പെണ്ണ് ചെന്ന ആറ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു കുറച്ച് വിഷയമായിട്ട് പെണ്ണികളെ ഹക്കുകൾ പറഞ്ഞാൽ അങ്ങനെ ഹനകാരിക്കണം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടുന്നുണ്ട് നല്ല പെണ്ണിങ്ങളുടെ സ്വഭാവം, നല്ല പെഞ്ഞായിയുടെ സ്വഭാവം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ആടിനെങ്കിൽ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അവൾ ആർക്കുണ്ടെങ്കിൽ കണ്ടെങ്കുമായി എന്താ പറയുക നിങ്ങളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കണമല്ലോ, നോട്ടത്തിന് കുതൂഹലം ഉണ്ടാക്കണവളായിട്ടിരിക്കണം. നിങ്ങൾ അവൾ ഓർഡർ ആക്കുറില്ല, അവൾ അനുസരിക്കാറിങ്ങനെ. അത് മാത്രമല്ല അവളുടെ ഇജ്ജത്തും അവളുടെ മാനത്തോൾ സംരക്ഷിക്കാറാണ്. നിങ്ങൾ ഇനി ഇക്കൊരു പ്രായത്തിൽ ഇനി ഇക്കാട്ടിക്കൊരു അതിന്റെ പേരിൽ നിൽക്കൊരു പേടി പണ്ടില്ല ഡൗട്ടും നിൽക്കില്ല. ആർക്കുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സ്വഭാവത്തെ ಬಗ್ಗೆ പെഞ്ഞായിമാരുടെ ಬಗ್ಗೆ തിരിച്ചതായ വിഷയമായിട്ട് ஏன்னா அவள் நோட்டத்துக்கு குத்தூகலம் உண்டாக்குறாரு. நீங்க சொல்லுறவங்க பாலனாக்கிறாள் அனுசரிக்கிறாள். நீங்க இல்லாத சந்தர்ப்பத்தில் நீங்கள் அவளை സംരക്ഷിക്കുവാൻ അവളെ മാനത്തോട് സംരക്ഷിക്കുവാൻ ഒരു പേടിയും വേണം. വിശ്വാസിയായവനും ഒരു പേടിയില്ലാണ്ട് അവൻ മറത്തുപോയി പറഞ്ഞു.
ഇതായിട്ട് നല്ല സ്വഭാവമുള്ളതായ ഒരു പെഞ്ഞായിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തെ പഠിപ്പായിരുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്വഭാവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതേപോലെ ആണുങ്ങളൊട്ടി ചൊല്ലുകളിൽ എന്തിനെ ചെന്നെങ്കിൽ പെണ്ണുങ്ങളൊട്ടി അത്യുന്നതമായ രീതിയിൽ വർത്തനാക്കും, നല്ല സ്വഭാവത്തെ കാട്ടും. അങ്ങനെ തപ്പുകൾ നിങ്ങൾ എന്താക്കണം, മാഫാക്കണം. ഒരു അബ്ബ ഒരു പെണ്ണിക്കിനാവ് തപ്പാക്കുമ്പോൾ ആ തപ്പിടെ തിന്നിട്ട് എങ്ങനെ ആ തപ്പുക്ക് മാഫ് കൊടുക്കണം, അതുപോലെ തന്റെ പെഞ്ഞായിമാരെ തപ്പാക്കുമ്പോൾ ആ തപ്പിടെ തിന്നിട്ട് നിങ്ങൾ മാഫ് കൊടുക്കും. ഒരു ഉമറുള്ളാവിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം ഇങ്ങനെ നോക്കുന്നു. ഒരു സാബി ഉമറുള്ളാവിന്റെ വന്ന് ദൂര് ചൊല്ലുന്നുണ്ട്, എന്റെ പെഞ്ഞായി കയ്യാളി എപ്പോ നോക്കിയാൽ പെനഞ്ഞോണ്ടിക്கிறாള് പറഞ്ഞോണ്ടിക്கிறாള് ഒട്ടാരകണ്. ഈ ദൂരെടുത്തോണ്ട് ഉമറുള്ളാവിന്റെ ഔത്ത് വരുമ്പോ അവിടെ എത്രയാവും കേൾക്കണെങ്കിൽ ഉമറുള്ളാവിന്റെ പെഞ്ഞായി ഉമറുള്ളാവ് പറയുന്നത് കേൾക്കും, നല്ല ജോറാക്കുന്നതും പറയുന്നത് കേൾക്കും. ഇത് കേട്ടപ്പ അയാൾ കായത്ത് നാവിടെ എന്തെയ്യു കണ്ടു, എന്റെ ഔത്തിൽ എന്തൊരു സംഭവിച്ചിട്ടുണ്ടാ അതേ സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി എനിക്കൊരു കറിയാറ് കേൾക്കുന്ന വന്നരെ ഉമറുള്ളാവുണ്ടെങ്കിൽ അവിടെ പെഞ്ഞായുടെ പറച്ചൽ കേട്ട് അപ്പുറത്ത് തിരിഞ്ഞോണ്ടുണ്ടു. ഒരു പരിയാറ് അയാൾ കണ്ടോണ്ടില്ലേ, നക്ക് തണ്ടായാലും നക്ക് തറുവാണ്. പിന്നെ അയാൾ ബിയർത്തി പിറവ് തിരിഞ്ഞു പോകുമ്പോ ഉമറുള്ളാവ് നോക്കും. നോക്കിയപ്പോ അതിനെ വിളിച്ച് ദയിക്കും. അപ്പൊ വന്നിട്ട് ദൈപ്പാട്ട് ദീപാടിക്കാർ എന്ത് വന്ന ഉദ്ദേശം എന്തിന്? അപ്പൊ ഒന്നുമില്ല ചൊല്ലു, ഇല്ല വന്ന ഒരു ഉദ്ദേശിക്കുന്നത് ചൊല്ലോറും. അപ്പൊ അയാൾ ഉദ്ദേശിച്ചുള്ളൂ തന്റെ പിന്നെ ഇങ്ങനെ കയ്യാടി ഇപ്പൊ ഇവിടെ നടക്കുന്ന അതേ സംഭവം അവിടെ നടന്നുകൊണ്ടുണ്ട് എന്റെ ഔത്തുള്ളൂ. അപ്പൊ നമ്മളിൽ താമസിച്ചുള്ളൂ വിഷയത്രയമാ, അത് സിമ്പിൾ അല്ലേ, ഇത് ഞാനിങ്ങനെ ചെന്തന്നെ. ഈ പെണ്ണാറിന് ഈ പെഞ്ഞായി മാറില്ലെങ്കിൽ ഞങ്ങളെ പെഞ്ഞായിമാ ഞങ്ങൾ കരാറ് സ്വീകരിച്ചിട്ടായിരിക്കും ഞങ്ങൾ ഔത്ത് ഞങ്ങൾ എന്താക്കല അവളുടെ കുറ്റബന്ധം അവൾ ഞങ്ങൾക്ക് പേരുമായിട്ട് ഞങ്ങൾക്ക് എന്താക്കലാൽ ചെട്ടതുണി കൽകി തണ്ടാൽ, അതേപോലെ തിന്നോ കുടിക്കോ ആക്കി തണ്ടാൽ, ഞങ്ങൾ ഇല്ലാത്ത സന്ദർഭം ഞങ്ങളെ മക്കളെല്ലാം നോക്കിടാൽ, ഇത്രയെല്ലാം കഷ്ടപ്പെട്ടാൽ ഇത്ര കഷ്ടപ്പെട്ടതായ ഞങ്ങളെ പെഞ്ഞായി മാറി അങ്ങനെ ഇത്ര പറയുമ്പോൾ ഞങ്ങൾ മുണ്ടേച്ച് കാത് കൊടുത്തേത് എത്ര ആക്കി മെയ്യാവില്ലേ, മുണ്ടേച്ച് കാത് കൊടുക്കും പറയട്ടെ, എത്ര പറയും ആളുകൾ ഉമറിലെല്ലാം വന്ന് ചെന്ന് കൊടുക്കും. ഒരു പരിഹാര മാർഗം പെഞ്ഞായിമാർ പറയുമ്പോൾ മുണ്ടേച്ച് കാത് കൊടുക്കും. ഇത് അന്ന് ഞങ്ങൾ പേരുമായിട്ട് പണ്ട് കഷ്ടവും ത്യാഗവും കാതു കൊടുത്തിട്ടു ഞങ്ങൾ മുണ്ടലേക്കാം. ഇനി ഉമറിലെല്ലാം ಒಂದು 6 ಬೆರಪ್ಪಾಜಿಯಲ್ಲೇ ಇಡೀ ರಾಯತನೇ ಉಮರ್ ಜಿನ್ನೆ ಎಲ್ಲ ರಾಯನ ಬೆರಕರೆ ಎಲ್ಲ ಆಲ್ಮಾರ ಬೆರಕ ಆ ಉಮರ್ಲೆಲ್ಲ ಉಂಡೆ ಅವತಲು ಪೆഞ്ഞായി ಬರುವ ಮುಂದಡಿಸಿ ಕಾದು ಹೊರಟೊಂಡಿ ഒരു റിട്ടേൺ ഉത്തര കൊടുത്തിട്ടില്ല. എന്തിക്ക് പെഞ്ഞായി മാറ ನನಗೆ ಬೇನಾಕ್ರದಾಯ ಆ ഒരു സറൗണ്ടല്ലേ അത് നനച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പേര് ചൊന്ന കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഒത്തുകൊള്ളുക. ഇതൊരു സംഭവം ഞാൻ നിങ്ങൾ ചെല്ലെ പെണ്ണിങ്ങിന്റെ വിഷയത്തിൽ എത്ര ചെന്ന പേടിക്കുന്നു ചെന്നെങ്കിൽ സഹാബാക്കമാർ ചൊല്ലാറ് ഇവനുമറിലെല്ലാം ചൊല്ലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഞങ്ങളെ പെഞ്ഞായിമാരൊട്ടിಗೆ നിസ്സങ്കോചമായിട്ട് മുണ്ടുകെ പേടിച്ചോണ്ടിരുന്നാണ്. എന്തി ചൊല്ലറല്ല ഒരു ഘട്ടന നടത്തവിടെ അതാണ് സായലബ്ര മൂലായ കൗലറിലെല്ലാവന്നു ആ കൗലറിലെല്ലാവന്റെ മാപ്പിലാവും അവസരമെല്ലാവന്നു വയസ്സായിട്ടിട്ട് ചെറിയ ചെറിയ പലക്കത്തിന് പെഞ്ഞാരുടെ പെണ്ണുകൊണ്ടിരുന്നു. ഒരു മജ്ലിസിൽ പോയി വന്നാൽ പിന്നെ പലക്കത്തിന് പലക്ക കയറിയിട്ട് പെഞ്ഞാരൊട്ടിക്ക് പല ജോറാക്കിയിട്ടുള്ള ആ എതിർ ചെത്തു നീ എൻ്റെ ഉമ്മടെ പോലെ നീനൊക്കെ എൻ്റെ ഉമ്മടെ പോലെ ഈ പലക്ക് കേൾക്കുമ്പോൾ കൗലറിലെല്ലാവുന്നു ബെർച്ചു പോയി കാണുകയൊന്നുണ്ടാ. ജായുടെ കാലഘട്ടത്തിൽ ഈ പലക്ക് ചെന്നമേ തലാപ്പാവും. ഈ പലക്ക് കേൾക്കുമ്പോൾ കത്താലായിട്ട് കൗലറിലാണ് ఆయన ఏదంటే అవసరం ఇవ్వాలను ఆయన ఇങ്ങനെ చొందు ಬಂದೆ పల కర్సతులు ఆయన పోയിട്ട് రిటర్న్ అవుతూ ಬಂತು ಅರ್ಸೆಲ್ಲ పోയിട്ട് പെഞ്ഞാര മുട്ട ಬಂದು നിൽക്കുമ്പോൾ തൊടുതീര നന്ദനി. അപ്പൊ എന്ത് നിങ്ങൾ ഇങ്ങനത്തെ പലക്കെ ചെന്നറാറ് അത് നാണെങ്കിൽ അർത്ഥത്തിൽ ചെന്നരല്ലേ എന്തു ആവും അള്ളാഹുടെ മേൽ സത്യത്തിൽ ചെന്നല്ലേ നിങ്ങൾ ചൊന്നിട്ടേ ഇതൊരു തീർപ്പ് അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാക്കും. അവിടത്തോട് നിങ്ങൾ എന്റെ തൊടകു തീരാൻ എന്റെ മുട്ട കുറവ് തീരാൻ. എന്നിട്ട് ഈ കേസുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തുലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്ത് മുട്ട പോയിട്ട് ഔത്തുലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വിവരിച്ചു കൊടുക്കും. എന്റെ മാപ്പിളെ എന്റെ ഒട്ടിക്ക് ഭയങ്കര വേണ്ടാത്ത രൂപത്തിൽ ഒട്ടനാക്കരുത്, എന്റെ ഒട്ടിക്ക് വേണ്ടായ സ്വഭാവത്തെ കാട്ടരുത്. നബി ഇപ്പൊ ഇന്ദ്രിയ ഇങ്ങനെ ചെന്നിട്ടുണ്ട്. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ചെത്തു നിങ്ങൾ സബറെടുക്കും. നിങ്ങളുടെ സഹോദരനെ നിങ്ങളുടെ ബാപ്പന്റെ സഹോദരന്റെ മോനായിട്ടിക്കരുത് വയസ്സായിട്ടിക്കരുത് അയലിന്റെ ബൈകളിൽ നിങ്ങൾ സബറെടുക്കണം. അപ്പ ഇത് ഗുൾഫുട്ടായി പോല നബിയെ നന്റെ സൗന്ദര്യത്തെ ചെല്ലുന്നു എന്റെ വയസ്സിലായാലും പുഷ്പങ്ങ പൂർണ്ണറിലേക്ക് ഇപ്പൊ നക്ക് വയസ്സായിട്ട് ചെന്നിട്ടായാലും എന്റെ ഈ പലക്കെ ചെന്ന് തന്റെ ബുദ്ധിമുട്ടി നാണത്ത് നക്ക് സതിക്കുകാവില്ല എന്റെ ഈ കേസ് ನನ್ನ റബ്ബിടെ മുന്നിൽ വയ്ക്കണേ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തോട്ടിന്റെ ഈ ദമ്പതിമാരുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ആയത്ത് എന്തെങ്കിലും ഒരു നിയമം എരിയു വെച്ചിട്ടുണ്ട്. ആ കോലലിൽ അവന് ഉൾപ്പെട്ടോട്ട് റസൂലി അങ്ങനെ കുറെ ടൈം പോയിൽക്കിടെ ജിബ്രീൽ അലൈഹിസ്സലാം സന്ദേശമായിട്ട് പറഞ്ഞു. അതായത് സൂറത്തുൽ മുജാദിലത്തിൽ നിങ്ങൾ കണ്ടു ഖദ് സമിയല്ലാഹു ഖൗലല്ലതി തുജാദിലുക മിൻ സൗജിഹാ വതസ്തകി ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവറകുമാ. അങ്ങനെ ഖുർആൻ ആയത്ത് ചൊല്ലിട്ട് അല്ലാഹു കേട്ട ഒരു പെണ്ണ് നീ അവളുടെ മാപ്പിളുടെ ബഗിൽ നിങ്ങളുടെ വാദാക്കുന്നതും അവളുടെ ആ നമ്പർക്ക് അള്ളാഹുത്തേക്ക് ചൊല്ലിയതും അള്ളാഹു കേട്ടാകുന്നതും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ല അത് തലാഖാവില്ല. ആ പലക്കുന്ന തലാഖാവില്ല. നിങ്ങളുടെ ഉമ്മമാരായിട്ട് പെഞ്ഞായമാർ നിങ്ങളുടെ ഉമ്മാവില്ല ആയങ്കായില്ല ആ പലക്ക് ആ പെണ്ണീരെ നമ്പലാക്കില്ലേ പെഞ്ഞായിരെ നമ്പലാക്കില്ലേ അത് കാണക്കൊണ്ടായത് ഒരു ദണ്ഡനുണ്ട്.
ഒരു പ്രാശിത്വം കൊടുക്കണം. എന്റെ അയാളൊരു ഗുലാമിടെ വിമോചനാക്കണം. തന്റെ പെഞ്ഞായിരെ തൊട്ടേക്കുമ്പോൾ ഒരു ഗുലാമിടെ വിമോചനാക്കണം. അത് സാധ്യയില്ലേ അയാളെന്താക്കണം 60 നാൾ ഗുലാറ്റ് നോമ്പിടിക്കും. അത് സാധ്യയില്ലെങ്കിൽ 60 ആൾമാർക്ക് ചോറ് കൊടുക്കും. ഈ നിയമത്തെ മുന്നിൽ വെച്ച് ഇത് കേൾക്കുമ്പോൾ കൗലെല്ലാം ചൊല്ലും നബിയെ ഒരു ഗുലാമിടെ വിമോചനാക്കത്ര താക്കത്തില്ല. അപ്പെ 60 ഗുലാറ്റ് നോമ്പിടിക്കട്ടെ, അതും അതിനെ കൊണ്ട് സാധ്യമില്ല. അപ്പെ 60 ആൾക്ക് ചോറ് കൊടുത്തിട്ടേ വരും. അപ്പൊ എന്താക്കണം റസൂൽ ചൊല്ലും നന്റെയിലും ഇത്ര കർജൂരമുണ്ട് 200 kg കർജൂർ ഞാൻ തന്നെ അപ്പൊ അയിമ ചൊല്ലും നന്റെയിൽ കൂടിയുണ്ട് അത് കൊടുത്തിട്ടു ഞങ്ങൾ പാവത്തങ്ങൾക്ക് ദാനാക്കണം അല്ലെങ്കിൽ അങ്ങോട്ട് വാട്ടറാണ്. ഈ നിയമത്ത് അവിടെ വന്നിരിക്കുന്ന സഹാബാക്കന്മാരെല്ലാവരും തീർച്ചയാണ് ഈ നിയമം. ഇങ്ങനെ ഹൗസലുള്ളാവിന്റെ വിഷയത്തെ ബഗിൽ ഹൗലല്ലാവിനെ ഇങ്ങനെ പോയി ചെന്നതും ഇങ്ങനെ ഖുർആൻ ആയത്തിറങ്ങിയതും ഈ ഒരു പ്രാശിത്വം കൊടുക്കുമ്പോൾ എല്ലാ സഹാബാക്കന്മാർ പേടിച്ചാണ്. അപ്പൊ ചെന്നാർ അണ്ടിരിപ്പിന് ഞങ്ങളെ പെഞ്ഞായി മാറട്ടെ ഞങ്ങൾ മുണ്ടുക്ക് പേടിച്ചോണ്ടിരുന്ന എന്റെ ഞങ്ങളെ വിലകിട്ട് ഖുർആനായിട്ട് ഇറങ്ങുക ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശിക്ഷയോ ദണ്ഡന ഇറങ്ങുക ഞങ്ങൾ പേടിച്ചോണ്ടിരുന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ പിന്നമേ ഞങ്ങളെ പെഞ്ഞായി മാറത്തിൽ ചെല്ലിന് നിസ്സങ്കോചമായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് എന്റെ പിന്നെ വഹി ബണ്ടില ചൊല്ലു വന്നിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം എപ്പം മനസ്സിലാക്കുന്നു പെഞ്ഞായി മാറത്തില് വെടക്കായ രൂപത്തിലുള്ള വർത്തനാക്കോ തീരാജം കിട്ടും. അള്ളാഹുടെ പേരിക്കുന്ന വിശാലമുണ്ട് നാരെ പരലോകത്തിൽ ഇങ്ങനെ വയ്ക്കൽ അള്ളാഹു ഞങ്ങളെ പേര് കയ്യിൽ തത്തറാങ്ങൾ സമ്പൂർണ്ണ ಹೊಣೆಗಾರಿಕೆಯನ್ನ ಪ್ರಸೂಚೋಡು ಅದೇ ಗಟ್ಟಿ ಕೊಡ್ಕೊರು ಡ್ರೆಸ್ ಕೊಡ್ಕೊರು ತಿನ್ನೋಗುಡು ಕೊಡ್ಕೊರು ಎಲ್ಲ ನಿಗಳ ಜವಾಬ್ದಾರಿಯಾಗಿದೆ. അതേപോലെ അത്യുന്നതമായ സ്വഭാവങ്ങൾ തെറ്റാക്കും. അതുകൊണ്ട് അതേപോലെ പെണ്ണുങ്ങളുടെ ചൊല്ലുകൊള്ളേ നിങ്ങളെ മാപ്പിൾ നിങ്ങൾ അനുസരിക്കറു അങ്ങനെ തൃപ്തിയുടെ നിങ്ങൾ സമ്പാദനാക്കറു അങ്ങനെ ഔദ്യ സമ്പൂർണ്ണ ജവാബ്ದಾರಿ എന്തെല്ലാവു നിങ്ങൾ തന്നറ അത് പൂർത്തിയാക്കറു. ആ മുഖാന്തര അള്ളാഹുടെ സ്വർഗത്തെ നിങ്ങൾ നേടരു. അള്ളാഹു സുബ്ഹാനഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഉപ്പ പെങ്ങന്മാർക്കും അതേപോലെ ഞങ്ങളെ പെഞ്ഞായിമാർക്കും ഇങ്ങനത്തെ ഈ ഒരു നിയമത്തിൽ നിങ്ങളെ ഹക്ക് ഇടപാടം എന്തുകൊണ്ടാ അതനുസരിച്ചിട്ട് ഞങ്ങൾ ജീവിക്കൂ. ആ രീതി ഞങ്ങളെ മാപ്പിള്ളമാരെ തൃപ്തി സമ്പാദനാക്കി സ്വർഗ്ഗം നേടുമ്പോഴതായ തോഫി എല്ലാവർക്കും തെറുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തങ്ങളുടെ തപ്പുകൾ അള്ളാഹു മാപ്പാക്കട്ടെ. അവരുടെ ഖുർആനും ആദേശത്തും അതേപോലെ അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലെ ചെറിയൊരു പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുന്നതായോ അവർ തോഫിക്ക് അള്ളാഹു നിങ്ങൾക്ക് എല്ലാവരും തെറുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു على النبي سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.